പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. റജിപ്പിക്കുള്ള ജിജോ കുറിയാക്കോസ്, സുനിൽ വർഗീസ്, പൈഡി. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നിങ്ങൾ ധാരാളം ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നുണ്ട്. കമൻറ്റുകളിൽ ഞാൻ കാണുന്നു. എല്ലാവർക്കും വളരെ നന്ദി. ഇന്ന് രാവിലെ എന്നെ ഇവിടെ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ഒരു വക്താവ് വന്ന് വെളുപ്പിനെ വിളിച്ചെഴുന്നേപ്പിച്ചൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. കഴിഞ്ഞ ഒരു 3-4 മണിക്കൂറായി തുടർച്ചയായി 100 കണക്കിന് ആളുകൾ നേരിട്ട് ജന്മദിന ആശംസകൾ അർപ്പിച്ചു. എല്ലാവർക്കും നന്ദി. ഇവിടെ ആശംസകൾ എഴുതുന്നവർക്കും നന്ദി. താങ്ക് യു. ഇന്ന് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിക്കുന്നത്. സുറിയാനി സഭയുടെ എന്നല്ല, ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിർഭാഗ്യവശാൽ അധികം ശ്രദ്ധിക്കപ്പെടാതെയും നമ്മളിലധികം പേർക്ക് അധികം പരിചയമില്ലാതെയും പോയ ഒരു വ്യക്തി. ഞാൻ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇതുപോലെ തമസ്കരിക്കപ്പെട്ടു പോയത്. ഏറ്റവും അധികം ഉപദ്രവിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഏറ്റവും അധികം അധ്വാനിക്കുകയും ചെയ്ത സേവകരുടെ ഗണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന യാക്കൂബ് ബുർദാനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. യാക്കൂബ് ബുർദാനയുടെ ഈ ദുഃഖറോന ദിവസങ്ങളിൽ, യാക്കൂബ് ബുർദാനയുടെ ദുഃഖറോന ജൂലൈ 30-നാണ്. ചില സഭകളിൽ അത് ജൂലൈ 31 ഫീസ്റ്റായിട്ട്, ചില മേഖലകളിൽ ജൂലൈ 29 ഫീസ്റ്റായിട്ടും ആഘോഷിക്കുന്നുണ്ട്. ജൂലൈ 29, 30, 31 ഈ 3 ദിവസങ്ങളും യാക്കൂബ് ബുർദാനയെ അനുസ്മരിക്കാൻ ഉചിതമായ ദിവസങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ദുഃഖറോനയോട് അനുബന്ധിച്ചുള്ള ഈ ലൈവ് ഇന്ന് ചെയ്യുന്നത്. യാക്കൂബ് ബുർദാന എന്നാൽ സുറിയാനി സഭയിലെ അംഗങ്ങൾക്ക് നല്ല പരിചയമുണ്ട്, കേട്ട് പരിചയമുണ്ട്. കാരണം വിശുദ്ധ കുർബാന മധ്യയുള്ള ദുയാഫ്തുക്കോനിൽ, 5-ാം ദുയാഫ്തുക്കോൻ, 5-ാം തുബ്തേനിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു പിതാവാണ്. യാക്കൂബ് ബുർദാന. ബുർദാന എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിമിത്തം തൻ്റെ തലയ്ക്ക് വില പറയുകയും തന്നെ കണ്ടാലുടൻ അറസ്റ്റ് ചെയ്യുവാനും ജയിലിലടയ്ക്കുവാനും ഒക്കെ രാജകീയ കൽപ്പനകൾ നിലനിന്നിരുന്നത് കൊണ്ട് രാജകിങ്കരന്മാരുടെയും എതിർവിഭാഗക്കാരുടെയും കണ്ണിൽപ്പെടാതെ വേഷപ്രച്ഛന്നനായി ജീർണവസ്ത്രധാരിയായി താൻ സഞ്ചരിച്ചിരുന്നത് കൊണ്ടാണ് ബുർദാന എന്ന പേര് വന്നത്. യാക്കൂബ് ബുർദാന. യാക്കൂബ് ബുർദാന എന്ന വ്യക്തിയെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ അദ്ദേഹം എന്ത് ആശയത്തിന് വേണ്ടി നിലനിന്നു എന്നുള്ളത് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രമാത്രം ഒരു മനുഷ്യൻ കഷ്ടപ്പെടാൻ, ഇത്രമാത്രം അലഞ്ഞു തിരിയുവാൻ എന്തായിരുന്നു കാരണം? ഇതാണ് സത്യവിശ്വാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് അവർ ജീവൻ കൊടുത്തത്? നമ്മുടെ സുറിയാനി സഭയോടൊപ്പം ചേർന്ന് എല്ലാ കാലത്തും നിന്നിട്ടുള്ള ഒരു സഭയാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ എന്ന് ഇന്നറിയപ്പെടുന്ന അലക്സാണ്ട്രിയൻ സഭ.
നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ട ഈ ഓർത്തഡോക്സ് അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ 20-ാം നൂറ്റാണ്ടിൽ വന്ന പേരുകളാണ്. അതിനു മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ എന്നാണ് ഇന്ന് അലക്സാണ്ട്രിയ സഭ അറിയപ്പെടുന്നത്. ഈ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ എല്ലാ കാലത്തും സുറിയാനി സഭയുടെ ഒപ്പം നിന്നിട്ടുള്ള സഭയാണ്. അതെന്തുകൊണ്ടാണ് ഈ രണ്ട് സഭകൾ തമ്മിൽ ഇത്ര ബന്ധം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ 5-6 നൂറ്റാണ്ടുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ സൈനാക്സാറിയം എന്ന് പറഞ്ഞാൽ അവരുടെ അനുസ്മരണ പത്രികയാണ്. അത് നമ്മുടെ തുബ്ദേനോട് തുല്യമായി കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളതാണ് സൈനാക്സാറിയം. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ സൈനാക്സാറിയത്തിൽ അല്ലെങ്കിൽ അവർ അനുസ്മരിക്കുന്ന വിശുദ്ധന്മാരുടെ പട്ടികയിൽ സുറിയാനി സഭയിൽ നിന്നുള്ള 55 പേരുണ്ട്. അത്ര അടുപ്പമാണ് ഈ സഭകൾ തമ്മിൽ. ഇത് 2 സഭയല്ല, ഇത് ഒരൊറ്റ സഭയായിട്ട് തന്നെയാണ് പോകുന്നത്. അവരുടെ സൈനാക്സാറിയത്തിലെ രക്തസാക്ഷികളുടെ പട്ടികയിൽ സഹദേന്മാരുടെ എണ്ണത്തിൽ നോക്കുമ്പോൾ 40 സഹദേന്മാർ അന്ത്യോക്യയുമായി ബന്ധപ്പെട്ട സഹദേന്മാരാണ്. അവരത് പ്രത്യേകം അടയാളപ്പെടുത്തുന്നുണ്ട്. അന്ത്യോക്യയുമായിട്ട് ഞങ്ങൾക്കുള്ള ആത്മബന്ധം എന്താണ്? ഞങ്ങൾ അനുസ്മരിക്കുന്ന സഹദേന്മാരിൽ 40 പേർ അവിടെ നിന്നുള്ളവർ. അന്ത്യോക്യയിൽ ജനിച്ചവരും അന്ത്യോക്യയിൽ ഇടക്കാലത്ത് വന്ന് താമസിച്ചവരും വിചാരണയ്ക്ക് വേണ്ടി അന്ത്യോക്യയിൽ കൊണ്ടുവന്നവരും. അന്ന് വിചാരണ കേന്ദ്രം അന്ത്യോക്യയായിരുന്നു. ക്രിസ്ത്യാനികളെ വിചാരണ ചെയ്ത് കൊല്ലുവാനും തുറുങ്കിലടയ്ക്കുവാനും ഒക്കെ കൽപ്പിക്കുന്ന ഒരു വിചാരണ കേന്ദ്രം അന്ത്യോക്യയിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അന്ത്യോക്യയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട 40 പേരുടെ പേരുകൾ അവരെ അനുസ്മരിക്കുന്നുണ്ട്. നമ്മൾ ഈ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ റൈറ്റിംഗ്സിലൂടെ പോകുമ്പോൾ അവർ പറയുന്നതാണ് ഞങ്ങളുടെ ആത്മബന്ധം അതാണ്. ഈ 2 സഭകളും തമ്മിൽ വളരെ ഇഴയെടുപ്പമുണ്ട്. അപ്പൊ നമ്മൾ ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയങ്ങൾ മുഴുവൻ, അതായത് ഈ സഭാ പ്രശ്നങ്ങൾ, ഈ തർക്കങ്ങൾ, ഈ ഭിന്നതകൾ, ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ രക്തസാക്ഷിത്വ മരണം ഇവരേറ്റെടുത്തത് ഇതെല്ലാം ഒരൊറ്റ കാരണത്തിൽ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരല്ല ഇവരെ പീഡിപ്പിച്ചത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരല്ല അവരെ കൊന്നത്. അവരെ പീഡിപ്പിച്ചതും അവരെ കൊന്നതും അവരെ നാടുകടത്തിയതും സ്വന്തം ജനങ്ങളെയും സ്വന്തം വാസസ്ഥലത്തെയും വിട്ട് പലായനം ചെയ്യുവാൻ അവരെ ഇടയാക്കിയതും ക്രിസ്ത്യാനികൾ തന്നെയാണ്. അതുകൊണ്ടാണ് സ്വർണ്ണനാവുകാരൻ ഇങ്ങനെ പാടിയത്, എന്നെ നാടു കടത്തട്ടെ തുണയ്ക്കു കർത്താവുണ്ടെന്ന്. എന്തായിരുന്നു ഇതിന്റെ വിഷയം? ഇതിന്റെ വിഷയം ഒറ്റ ഓർമ്മയേ ഉള്ളൂ. ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തു ആരാണ് എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരം പൂരിപ്പിക്കുന്നതിനുള്ള തർക്കം. എന്നാ പിന്നെ അവർ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു, അവർക്ക് പരിശുദ്ധാത്മാവുണ്ട്, അവർ പിതാവുണ്ട്, ട്രിനിറ്റി ഉണ്ട്. ക്രിസ്തു ആരാണ് എന്ന് പരിശുദ്ധ സഭ കർത്താവിൽ നിന്ന് നേരിട്ട് പഠിച്ച അപ്പോസ്തലന്മാർ, ആ അപ്പോസ്തലന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ അപ്പോസ്തോലിക പിതാക്കന്മാർ, ആ അപ്പോസ്തോലിക പിതാക്കന്മാരിൽ നിന്ന് കേട്ട സഭാപിതാക്കന്മാർ, ആ നേർ പാരമ്പര്യം കൈവശം വെച്ച പരിശുദ്ധ സുറിയാനി സഭയ്ക്ക് അതിൽ ഒരു തരത്തിലും കോംപ്രമൈസിന് സാധിച്ചില്ല. കാരണം യേശു കർത്താവ് ആരാണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അവിടെ ഈ സഭയിൽ ഭിന്നതയുണ്ടാകും. യേശു ആരാണ്? കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്ന നെസ്തോറിയൻ
അദ്ദേഹം അവതരിപ്പിച്ച ക്രിസ്തു വിജ്ഞാനീയം, അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, ക്രിസ്തുവിൽ 2 സ്വഭാവം ഉണ്ട്. ക്രിസ്തുവിൽ ഒരു സ്വഭാവമാണുള്ളത്, അത് ദൈവ സ്വഭാവമുണ്ട്, മനുഷ്യ സ്വഭാവമുണ്ട്. ഇങ്ങനെ 2 വ്യക്തികളാണ് ക്രിസ്തുവിൽ. ഓരോ സമയത്തും ചിലപ്പോൾ മനുഷ്യരൂപം, ചിലപ്പോൾ ദൈവരൂപം. അതില് ഒരു മനുഷ്യനായ ക്രിസ്തുവുമുണ്ട്, ഒരു ദൈവമായ ക്രിസ്തുവുമുണ്ട്. അങ്ങനെ 2 പേഴ്സൺസ് ആണ്. അതിൽ മനുഷ്യനായ ക്രിസ്തുവിന്റെ അമ്മയാണ് മറിയം. ഇതാണ് നെസ്തോർ പറഞ്ഞത്. നെസ്തോറിയന്റെ ഈ വിശ്വാസത്തെ, അപ്പൊ അദ്ദേഹം പരിശുദ്ധ മറിയത്തിനൊരു പേര് കൊടുത്തു, ക്രിസ്റ്റോട്ടോക്കോസ്, ക്രിസ്തുവിന്റെ, മനുഷ്യനായ ക്രിസ്തുവിന്റെ മാതാവ്. ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും അങ്ങനെ വേർതിരിക്കാനാകില്ല എന്ന് പറഞ്ഞ് അലക്സാണ്ട്രിയയിലെ സിറിൽ അദ്ദേഹം അതിനെതിരായി കത്തുകൾ എഴുതി. അങ്ങനെ നെസ്തോറിയനും അലക്സാണ്ട്രിയയിലെ സിറിലും തമ്മിലുള്ള കത്തിടപാടുകൾ, അവർ തമ്മിലുള്ള സംവാദം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ സംവാദം രൂക്ഷമായ തലത്തിലേക്ക് മാറി. ജനങ്ങൾ 2 ചേരിയായി തിരിഞ്ഞു. ചക്രവർത്തിക്ക് ഇടപെടേണ്ട സാഹചര്യമുണ്ടായി. വർദ്ധിച്ച പിൻബലം, രാജകീയ പിൻബലവും സൈനിക പിൻബലവും എല്ലാം അപ്പുറത്തെ സൈഡിലായിരുന്നു. അങ്ങനെയാണ് ഈ എഫേസോസിലെ സുന്നഹദോസ് ഉണ്ടാകുന്നത്. നിങ്ങൾ അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. അപ്പൊ എഫേസോസിൽ സുന്നഹദോസ് ഉണ്ടാകുന്നത് ഈ സിറിൽ ഓഫ് അലക്സാണ്ട്രിയയുടെയും നെസ്റ്റോറിയൻ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെയും വിശ്വാസത്തിൽ ഏത് വിശ്വാസമാണ് സത്യവിശ്വാസം എന്ന് പ്രാർത്ഥിച്ചും ചർച്ച ചെയ്തും തീരുമാനിക്കുവാൻ കൂടിയ സഭയുടെ 3ാമത്തെ പൊതു സുന്നഹദോസാണ് എഫേസോ സുന്നഹദോസ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് സഭയിൽ ഭിന്നതയില്ല, ഒരൊറ്റ സഭയേ ഉള്ളൂ, ഓൺലി 1 ചർച്ച്. അല്ലാതെ ഇങ്ങനെ 100 കഷ്ണങ്ങളായിട്ടും പല അഭിപ്രായങ്ങളൊന്നുമില്ല. ഒരു സഭയിലുണ്ടായ 2 അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ഒരു സഭയിൽ 2 അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മളത് ചർച്ച ചെയ്ത് ഒരഭിപ്രായം സഭയുടെ വിശ്വാസമായി പ്രഖ്യാപിക്കണം. അതാണ് പാരമ്പര്യം, അതാണ് കീഴ്വഴക്കം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് പല സഭകളുണ്ട്, പല അഭിപ്രായം പറയുന്ന സഭകളുണ്ട്. പക്ഷേ ക്രിസ്തീയ സഭയിൽ ഒരിക്കലും ഒരഭിപ്രായമാണ്. അതിനാണ് എഫേസോസ് സുന്നഹദോസ് കൂടുന്നത്. ഈ എഫേസോസ് സുന്നഹദോസിൽ അലക്സാണ്ട്രിയയിലെ സിറിലിന്റെയും കോൺസ്റ്റാന്റിനോപ്പിളിലെ നെസ്തോറിയന്റെയും വാദങ്ങൾ പരിശോധിക്കുകയും അങ്ങനെ എഫേസോസ് സുന്നഹദോസ് സിറിൽ ഓഫ് അലക്സാണ്ട്രിയയുടെ വാദമാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുകയും ക്രിസ്തുവിലെ ദൈവത്വവും മനുഷ്യത്വവും ഒരു കാരണവശാലും വേർപിരിക്കുവാൻ പാടില്ല എന്ന്, അത് അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് പറഞ്ഞ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഇന്ന് പല ആളുകളും, ഇന്ന് ഈ നവീന മതത്തിൽപ്പെട്ട നവപ്രവണതക്കാര് ഒക്കെ അവരിലെ പ്രസംഗകരും ഈ ഓൺലൈനിൽ വന്നിരുന്ന് യാതൊരു ജളത്വവുമില്ലാതെ അവര് പറയാറുണ്ട് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അവരതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലെ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. ഭേദം കൂടാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ, വിത്ത് നോ ഡിഫറൻസ് ആൻഡ് വിത്ത് നോ കൺഫ്യൂഷൻ, വിത്ത് നോ ഡിവിഷൻ. അപ്പൊ ക്രിസ്തുവിലുള്ള മനുഷ്യത്വവും ദൈവത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ള അത്താനാസിയോസ് ബാവായുടെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന വിശ്വാസം സഭയുടെ സത്യവിശ്വാസമാണ് എന്ന് എഫേസോസ് സുന്നഹദോസ് പ്രഖ്യാപിച്ചു. ആ എഫേസോസ് സുന്നഹദോസ് ക്രിസ്തുവിലെ ദൈവത്വവും മനുഷ്യത്വവും ഒന്നായിരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു എന്നുള്ള സത്യവിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ മറിയം സംശയം കൂടാതെ ദൈവമാതാവ്, പരിശുദ്ധ അമ്മ,
ദൈവമാതാവാണെന്നുള്ള സ്ഥാനം എഫേസോസ് സുന്നോദോസിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ഇതാണ് സത്യവിശ്വാസം. ഈ സത്യവിശ്വാസത്തിനപ്പുറത്തൊരു വിശ്വാസമില്ല. ഇത് അവിഭക്ത സഭയുടെ, ആദിമ സഭയുടെ, ഒന്നായിരുന്ന സഭയുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെതിരെ വെല്ലുവിളികൾ ഉയർത്തിയത്, പ്രതിഷേധമുയർത്തിയത് നെസ്തോറിയനാണ്. പക്ഷെ അത് വിജയിച്ചില്ല. പിന്നീട് വീണ്ടും നെസ്തോറിയൻ പക്ഷം പലതരത്തിലും ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. നെസ്തോറിയന്റെ പക്ഷം അടങ്ങിയിരുന്നില്ല. പിന്നീട് അന്ത്യോക്യയുടെ പാത്രിയർക്കീസായിട്ട് സെവേറിയോസ് വരുമ്പോൾ പ്രഗത്ഭനായ പ്രസംഗകനും അഗാധ പണ്ഡിതനുമായിരുന്ന സെവേറിയോസ് അദ്ദേഹത്തിന്റെ കത്തുകളുടെയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെയും മുമ്പിൽ ദുരുപദേശത്തിന്റെ കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീണു. വർദ്ധിച്ച സ്വാധീനം സെവേറിയോസിനുണ്ടായി. സെവേറിയോസിന്റെ ജനപ്രീതി അപാരമായിരുന്നു. നെസ്തോർ വിഭാഗത്തിലുള്ളവർ പോലും സെവേറിയോസ് പക്ഷത്തേക്ക് മാറി. അവസാനം ചക്രവർത്തി പലതവണ സെവേറിയോസ് നാടുകടത്തപ്പെട്ടു, പലതവണ പീഡിപ്പിക്കപ്പെട്ടു, ധാരാളം ഉപദ്രവങ്ങൾ അദ്ദേഹം ഏറ്റു. അവസാനം ജസ്റ്റിൻ ചക്രവർത്തി, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ, നമ്മൾ മാർ സെവേറിയോസിന്റെ മാനിത്തോ വിശുദ്ധ കുർബാനയുടെ ആമുഖമായിട്ട് ചൊല്ലുന്നുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. നമ്മുടെ പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസം അല്ലെങ്കിൽ സത്യവിശ്വാസം അത് മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മാനിത്തോയാണത്. എന്തിന് ഈ പിതാക്കന്മാർ പീഡിപ്പിക്കപ്പെട്ടു, എന്തിന് അവർ കൊല്ലപ്പെട്ടു, എന്തിന് അവർ ജീവൻ നൽകി എന്ന ചോദ്യത്തിന്റെ എല്ലാം ഒരൊറ്റ ഉത്തരം ആ മാനിത്തോയാണ്. നിന്മാതാവ് വിശുദ്ധന്മാർ എന്ന് തുടങ്ങുന്ന ആ മാനിത്തോ നിങ്ങൾ കേൾക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ സത്യവിശ്വാസവുമുണ്ട്. ആ ഒരൊറ്റ മാനിത്തോയിൽ മുഴുവൻ സത്യവിശ്വാസവുമുണ്ട്, മുഴുവൻ സത്യവിശ്വാസവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്കത് സത്യം പറഞ്ഞാൽ നിക്കിയ വിശ്വാസ പ്രമാണത്തെക്കാൾ ആഴത്തിൽ സഭയുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന മാനിത്തോയാണ്. ഈ ഒരൊറ്റ മാനിത്തോയിൽ മുഴുവൻ ഡോക്ട്രിനുമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ ഒരു ചെറിയ ഗീതം നിങ്ങൾ നോക്കിയാൽ അതിൽ മുഴുവൻ വിശ്വാസവുമുണ്ട്. അതിനകത്തില്ലാത്ത ഡോക്ട്രിൻ ഇല്ല. മുഴുവൻ ഡോക്ട്രിനും എഴുതി വെച്ചിരിക്കുകയാണ്. അത് ഈ ഒരു മാനിത്തോയ്ക്ക് വേണ്ടിയാണ് ഇവർ കൊല്ലപ്പെട്ടത്. ഈ ഒരു മാനിത്തോയെ ചൊല്ലിയതിനാണ് അവർ ഉപദ്രവിക്കപ്പെട്ടത്. ഈ ഒരു മാനിത്തോ ചൊല്ലിയതിന് എത്ര പാത്രിയർക്കീസുമാർ ബഹിഷ്കൃതരായി. അവരുടെ സിംഹാസനങ്ങൾ വിട്ട് അവർ മരുഭൂമികളിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. അവരുടെ ആട്ടിൻകൂട്ടത്തെ വിട്ട് അവർ അലഞ്ഞു തിരിയേണ്ടി വന്നു. അവർ ഉപദ്രവിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, ചിലരുടെ നാക്ക് പിഴുതെടുക്കപ്പെട്ടു. പക്ഷേ അവർ പറഞ്ഞു,
ഈ വിശ്വാസം ഞങ്ങൾ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. കാരണം ഇത് സത്യവിശ്വാസമാണ്. ഈ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ വിശ്വസിച്ച വിശ്വാസ വീരന്മാരിൽ പ്രമുഖനായ ഒരു വിശ്വാസ വീരനാണ് യാക്കൂബ് ബുർദാൻ. അദ്ദേഹം AD 505 ജനിച്ചതാണ്. AD 505 2 വയസ്സുള്ളപ്പോൾ തന്നെ അവിടെ കൊണ്ട് ഒരു മൊണാസ്ട്രിയിൽ ഏൽപ്പിച്ചു. 2 വയസ്സുള്ളപ്പോൾ. നിങ്ങൾ മനസ്സിലായോ? യാക്കൂബ് ബുർദാന് സന്യാസാശ്രമത്തിൽ ചേർന്നത് 2-ാം വയസ്സിലാണ്. പിന്നീട് അദ്ദേഹം കൗമാരപ്രായമായപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ചെന്നു. എങ്കിലും അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ വരത്തില്ല, ഇതാണ് എൻ്റെ ലോകം, ഇതാണ് എൻ്റെ വീട്. അദ്ദേഹം മൊണാസ്ട്രിയിൽ തുടർന്നു. അദ്ദേഹം ആ മൊണാസ്ട്രിയിൽ, ആ സന്യാസ ആശ്രമത്തിൽ ഡയറായി താമസിക്കുന്ന സമയത്താണ് സഭയിൽ ഈ കലുഷിത മുഴുവൻ ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങൾ, അതായത് ഈ നെസ്തോറിന്റെ വേദവിപരീതം, അതുപോലെ സേവേറിയസ് പാത്രിയർക്കീസിനെതിരായിട്ടുള്ള ഗൂഢാലോചനകൾ, ഇതെല്ലാം നടക്കുന്ന ആ സമയത്താണ്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ സേവറിയോസ് പാത്രിയർക്കീസിനെ ബഹിഷ്കൃതനാക്കി, അന്ത്യോക്യയിൽ നിന്ന് ഡീപ്പോസ് ചെയ്തു. അതിനിടയ്ക്ക് ജസ്റ്റിൻ ചക്രവർത്തി ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എംബറസ് തിയഡോറയെ കുറിച്ച്, അതായത് തിയോഡോറ ചക്രവർത്തിനിയെ കുറിച്ച് വളരെ മോശം പരാമർശം, ആരോ ഏതോ, നിങ്ങൾ മനസ്സിലാക്കണം, അവരുദ്ധരിച്ച ഒരു ചരിത്ര പുസ്തകമാണ്. പക്ഷെ അത് ആരുടെ ചരിത്ര പുസ്തകം അറിയാം? കൽക്കുനിയൻകാരുടെ ചരിത്ര പുസ്തകം. അവർക്ക് എത്രയധികം വിരോധം ഈ തിയോഡോറയോട് ഉണ്ടാകും എന്നുള്ളതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ റോമൻ സാമ്രാജ്യത്തില്, ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞിട്ടുള്ള വെസ്റ്റേൺ റോമൻ സാമ്രാജ്യവും ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം 2ആയിട്ട് വന്നപ്പോൾ അതിന്റെ വെസ്റ്റുമുണ്ട്, ഈസ്റ്റുമുണ്ട്. അപ്പൊ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം, അവിടെയാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിളൊക്കെ വരുന്നത്. അപ്പൊ അവിടെ ചക്രവർത്തി ആയിരിക്കുന്നത് ജസ്റ്റിൻ ചക്രവർത്തിയാണ്. ഈ ജസ്റ്റിൻ ചക്രവർത്തിയാണ് സേവേറിയസിനെ ഏറ്റവും ഉപദ്രവിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ സേവേറിയസിന്റെ പ്രസംഗങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ജസ്റ്റിൻ ചക്രവർത്തി സേവേറിയസിന്റെ നാക്ക് മുറിക്കാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. കാരണം ഈ ജസ്റ്റിനും ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഈസ്റ്റിന്റെ വിശ്വാസം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കൊല്ലുന്നത് മോശമല്ലേ, അതിനുവേണ്ടി എന്ത് ചെയ്യാം, നാക്ക് മുറിക്കാൻ കൽപ്പനയിട്ടു. സേവേറിയസിന്റെ നാക്ക് മുറിക്കാൻ ജസ്റ്റിൻ കൽപ്പനയിട്ടു എന്ന് ജസ്റ്റിന്റെ മരുമകനായിരുന്നു ജസ്റ്റീനിയൻ, അനന്തരാവകാശിയും കൂടി, അടുത്ത കിരീടാവകാശിയുമാണ്. ഈ ജസ്റ്റിന്റെ മരുമകനാണ്. ഈ ജസ്റ്റീനിയന്റെ ഭാര്യയാണ് തിയോഡോറ. ഈ തിയോഡോറ രാജ്ഞി സത്യത്തിൽ മാബൂഗിലെ ഒരു വൈദികന്റെ മകളാണ്. നമ്മുടെ ഒരു അച്ഛന്റെ മോളാണ്, കത്തനാരുടെ മകള്. അപ്പൊ മാബൂഗിലെ ഒരു യാക്കോബായ അച്ഛന്റെ മകളാണ് ഈ തിയോഡോറ. ഈ തിയോഡോറയാണ് വേശ്യയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഓർത്തഡോക്സ് പേജിൽ പരാമർശം വന്നത് ഈ ഫേസ്ബുക്കിൽ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എങ്ങനെയാ തലമറന്ന് എണ്ണ തേക്കുന്നത്. നമ്മുടെ സഭയിലെ 5-ാം നൂറ്റാണ്ടിൽ മാബൂഗിലെ ഫിലക്സിനോസ് പിതാവൊക്കെ ഉണ്ടായിരുന്ന ആ മാബൂഗിലെ ഒരു അച്ഛന്റെ മോളായിരുന്നു ഈ തിയോഡോറ. അപ്പൊ ചെറുപ്പം മുതൽ ഈ സത്യവിശ്വാസം കേട്ട് വളർന്നതായതുകൊണ്ട് ജസ്റ്റീനിയന്റെ ഭാര്യയായി ആ കൊട്ടാരത്തിലെത്തിയിട്ടും തിയോഡോറയുടെ ഉള്ളിൽ നിന്ന് ആ സത്യവിശ്വാസത്തിന്റെ തീപ്പൊരി അണഞ്ഞില്ല. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവൾ സുചരിത അല്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ ഈ വിശ്വാസത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കത്തില്ല. കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളും അധികാരങ്ങളും ഒക്കെ ആവോളം ആസ്വദിക്കും. ഇത് ചക്രവർത്തിയും തൻ്റെ ഭർത്താവിൻ്റെ മാതുലനായിരിക്കുന്ന ജസ്റ്റിൻ ചക്രവർത്തിയുടെ ഈ കൽപ്പന തിയോഡോറ അറിഞ്ഞിട്ട് തിയോഡോറ രഹസ്യത്തിൽ രാജകിങ്കരന്മാരെ അയച്ച് സേവേറിയോസ് പിതാവിന് അറിവ് കൊടുത്തു, നാക്ക് മുറിക്കാൻ കൽപ്പന ഇറങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് സേവേറിയോസ് പിതാവ് അവിടുന്ന് പലായനം ചെയ്യുന്നത്. കാരണം അവിടെ നിന്നാൽ നാക്ക് മുറിക്കും. നിങ്ങൾക്കറിയാം അതിന്റെ വേറൊരു ചതിയുണ്ട്.
പിന്നീട് ഈ സെവറിയസ് പിതാവ് ഈ മാനിത്തോ എഴുതുകയാണ്. ഈ നിന്മാതാവ് വിശുദ്ധന്മാർ ഈ മാനിത്തോ ഇന്ന് ഈസ്റ്റേങ്കാർ ചൊല്ലുന്നുണ്ട്. അവരത് അല്പം ഭേദഗതിയോടെയാണ് ചൊല്ലുന്നത്. അവരാ മാനിത്തോ ചൊല്ലുന്നത്. അവർ പറയുന്നത് എന്താ പറയുക, ഈ മാനിത്തോ എഴുതിയത് ജസ്റ്റിനാണ്. ഏതാ സെവറിയോസിന്റെ നാക്ക് മുറിക്കാൻ കൽപ്പനയിട്ട ചക്രവർത്തി ഈ ഗീതത്തിന്റെ പോപ്പുലാരിറ്റി നിമിത്തം അത് അദ്ദേഹത്തിന്റെ പേരിലാക്കി അവിടെ അവരുടെ പള്ളിയിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ഈ പാട്ടുമോഷണം എന്നൊക്കെ പറഞ്ഞ അന്നേ ഉണ്ട്. ഞാൻ പറഞ്ഞത് സത്യവിശ്വാസത്തിന് വേണ്ടി നിലനിന്ന ഈ സെവറിയോസിന് ഈ മാനിത്തോ നിമിത്തം വമ്പിച്ച ജനപ്രീതിയായിരുന്നു. അപ്പൊ ഈ സത്യവിശ്വാസം ഈ മാനിത്തോ ആളുകളുടെ ഇടയിൽ പോപ്പുലറായി. ഏതാ ഈ ഇപ്പൊ നമ്മൾ കേട്ട ഈ നിന്മാതാവ് വിശുദ്ധന്മാർ എന്നാണ്. കാരണം ഞാൻ ഇതര സഭകളിൽപ്പെട്ടവർ ഇപ്പോൾ ഈ ലൈവിൽ എന്നെ കേട്ടോണ്ടിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യാക്കോബായക്കാർ ദയവായി ക്ഷമിക്കണം. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇത് ഒന്നുകൂടെ കേൾക്കുക. ഇതാണ് മാനിത്തോ, ഇതാണ് സത്യവിശ്വാസം. ഇത് മുഴുവൻ വിശ്വാസം ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ പിതാവ്. നമ്മുടെ പാത്രിയർക്കീസ് മോർ സെവറിയോസ് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്, ആർക്കാണ് രക്ഷ കൊടുത്തത്? നിങ്ങൾ ലിസൺ ചെയ്യാം. സഹജമതായി മൃതിരഹിത എന്ന് പറഞ്ഞാൽ ബൈ നേച്ചർ യു ആർ ഇമോർട്ടൽ. മരണമില്ലാത്തവനാണ് ഈ യേശു കർത്താവ്. വചനമാണ്, ഇറ്റേണൽ വേർഡാണ്, മരണമില്ല. അപ്പൊ സഹജമതായി മൃതിരഹിതനാണ്. കേട്ടോ, സഹജമതായി മൃതിരഹിത, കാരുണ്യത്താൽ മർത്യന്മാർ തൻ വർഗത്തിനു മുഴുവൻ, മർത്യന്മാരുടെ വർഗത്തിൽ നിന്ന് ചിലർക്കല്ല, മർത്യന്മാർ തൻ വർഗത്തിനു മുഴുവൻ ജീവനും അതും രക്ഷയും ഏകാൻ ആഗതനായി. അപ്പൊ മർത്യന്മാരുടെ വർഗത്തിനു മുഴുവൻ ജീവൻ കൊടുക്കുക, അപ്പം പറയാൻ രക്ഷ കൊടുക്കുക. അപ്പൊ ജീവനും രക്ഷയും ആർക്കാണ്? മുഴുവൻ മനുഷ്യവർഗത്തിനുമാണ്. ഇതാണ് സെവറിയസിന്റെ മാനിത്വം. ഇത് പാടിക്കൊണ്ടാണ് പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. അഭിമാനിക്കണം സുറിയാനിക്കാരെ, നിങ്ങൾ അഭിമാനിക്കണം. ഇത്ര ഇൻക്ലൂസീവായിട്ടുള്ള ഒരു വേൾഡ് വ്യൂ, ഇത്ര ഉദാത്തമായ, ഇത്ര ഉത്കൃഷ്ടമായ ഒരു ദൈവശാസ്ത്ര ചിന്ത സൂര്യന് കീഴെ വേറെടുത്തുവരും. ഇത്ര ഉദാത്തമായ ചിന്ത നമുക്ക് പകർന്നു നൽകിയ പാത്രിയർക്കീസ് സെവറിയോസിന്റെ മാനിത്തോ പാടിക്കൊണ്ടിരുന്ന മലങ്കരയിലെ സുറിയാനിക്കാരെയാണ് ഇഴഞ്ഞു വന്ന വിഷസർപ്പം തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് വഞ്ചിച്ച് ഇടുക്കത്തിന്റെ മതമൗലികവാദത്തിന്റെ കുഴൽക്കണ്ണാടികളിലേക്ക് നോക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ചു. അവൻ രക്ഷിക്കപ്പെടാത്തവൻ, അവൻ പാപി, അവൻ നരകത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ് സമസൃഷ്ടങ്ങളെയും സഹോദരങ്ങളെയും ദൈവം സൃഷ്ടിച്ച മനുഷ്യരെയും തെറ്റായി കാണുവാൻ, പാപിയായും പിശാചായും നരകത്തിന്റെ ആടുകളായും ഒക്കെ കാണുവാനും, അവരെ വെറുക്കുവാനും പകയ്ക്കുവാനും, അവരിൽ നിന്ന് അകലുവാനും, അവരെ ഒറ്റപ്പെടുത്തുവാനും ഒക്കെ പ്രേരിപ്പിച്ച് കുടുംബങ്ങളെ ഭിന്നിപ്പിച്ച്, കുടുംബ ബന്ധങ്ങളെ തകർത്ത്, വ്യക്തിബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കി, ഒരു തെങ്ങിൻ പൂക്കുല കല്ലിലടിച്ച് കളയുന്നത് പോലെ മലങ്കര സഭയിലെ കുടുംബങ്ങളെ തകർത്ത പാഷണ്ഡത, പാശ്ചാത്യ ദുരുപദേശം.
ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ നമ്മുടെ പാത്രീർക്കീസ് മോർ സേവേറിയോസ് അദ്ദേഹത്തിന്റെ മാനിത്തോയി പറയുന്നു, മർത്യന്മാർ തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാണ് മശിഹ ആഗതനായി. എന്നിട്ട് അവൻ വിജയിച്ചോ? മർത്യന്മാർ തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാൻ ആഗതനായി. എന്നിട്ട് എന്ത് ചെയ്തവൻ? അടുത്തത് ശ്രദ്ധിക്കേ. ഇവിടെ നിങ്ങൾ കേൾക്കണം, സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ. This gospel is powered by the mercy of God and the love of God. സുവിശേഷം, mercy of God. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് കാരുണ്യത്താൽ, നിന്റെ തീരുമാനം കൊണ്ടല്ല. It's not based upon your decision. It's not based upon human will. ഇത് മനുഷ്യന്റെ ഇച്ഛാശക്തി കൊണ്ടല്ല, ഇത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, ഇത് ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ഇത് ദൈവത്തിൽ നിന്ന്. അതാണ് അവന്റെ കരുണ. കഴിഞ്ഞ ദിവസം ഞാൻ കരുണയെക്കുറിച്ച് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കാത്തവർ ദയവായി കേൾക്കുക. മേഴ്സി ഓഫ് ഗോഡ്, ഇതാണ് സുറിയാനി സഭയുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയം മുഴുവൻ മേഴ്സി ഓഫ് ഗോഡ് ആണ്, കർത്താവിന്റെ ദൈവത്തിന്റെ കരുണ. ഇറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദ മേഴ്സി ഓഫ് ഗോഡ്. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ ഇത് സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ കരുണയാൽ, കാരുണ്യാതിരേകത്താൽ, ഗോഡ് സെൻഡ് ഹിസ് സൺ. നമ്മൾ വിളിച്ചു വരുത്തൊന്നുമല്ല, ദൈവമേ നീ പുത്രനെ അയക്കണമേ, പുത്രനെ അയക്കണമേ, പുത്രനെ അയക്കണമേ എന്ന് ഇവിടെ ആരും 21 ഇരുന്നിട്ടല്ല. Because God first loved us and He sent His Son because He so loved this world. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ കാരുണ്യത്താലാണ് പുത്രൻ വന്നത്. ഞാൻ പറഞ്ഞത് സുറിയാനി സഭയുടെ മുഴുവൻ ഉപദേശവും ഈ ഒരൊറ്റ മാനിത്തോയിലുണ്ട്. ഒരൊറ്റ മാനിത്തോയിൽ മുഴുവൻ ഉപദേശവും. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താണ് അവിടെ പാടുന്നത്? വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയം നീവയുള്ള മഹിമാവിയലും ദൈവജനിത്രി കന്യകയാം മറിയാമീന്നും വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശിഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ച് കേട്ടോ എന്താ പാടുന്നത്? ആണ് പാടുന്നത്. നിജമൃതിയാലിവർത്തൻ. ആരുടെയാ? മനുഷ്യരുടെ. മൃതിയെ മെതിച്ചു. മൃതിയെ മെതിക്കുക മാത്രമാണോ? നിഹനിച്ചോനെ. കണ്ടോ? ഡൺ ഡീൽ. ഇറ്റ് ഈസ് ഫിനിഷ്. ഇതാണ് സുറിയാനി സഭയുടെ വിശ്വാസം. മർത്യന്മാരുടെ വർഗത്തിനു മുഴുവൻ ജീവനും രക്ഷയുമേകാനാഗതനായ ദൈവത്തിന്റെ ഏകപുത്രൻ മറിയാമിൽ നിന്നും ഭേദം കൂടാതെ ശരീരിയായി തീർന്നു. With no difference, with no change, with no division, with no confusion, the word of God became flesh. എത്ര ക്ലിയറാണ്.
ഈ സത്യവിശ്വാസം അങ്ങ് പ്രചരിച്ചു. സെവേറിയോസ് പാത്രിയർക്കീസിന്റെ പ്രചരണമാണ്. അവസാനം എന്ത് ചെയ്തു? സെവേറിയോസ് പാത്രിയർക്കീസിനെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തു. അങ്ങനെ എക്സൈലിൽ പോയി സാക്കായിൽ പോയി, ഈജിപ്തില്. അവിടെ സെവേറിയോസ് പാത്രിയർക്കീസ് കാലം ചെയ്തു. അവിടം കൊണ്ട് ഈ വിശ്വാസം തീർന്നു എന്നവർ വിചാരിച്ചു. സത്യവിശ്വാസത്തിൽ നിന്ന് അനേക ബിഷപ്പുമാരെ കൊന്നുകളഞ്ഞു. പല ബിഷപ്പുമാരെയും പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് മറുഭാഗത്തേക്ക് മാറ്റി. അവർ കൂറുമാറി. അച്ഛന്മാരെ ധാരാളമായി കൊന്നുകളഞ്ഞു. അങ്ങനെ സത്യവിശ്വാസത്തെ മുടിച്ചു എന്ന് അവർ വിശ്വസിച്ചു, അവർ വിചാരിച്ചു, അവർ സന്തോഷിച്ചു. ആ സമയത്താണ് നമ്മുടെ 2 വയസ്സുകാരൻ മൊണാസ്ട്രിയിൽ വളർന്ന യാക്കോബ് ബുർദാന ചെറുപ്പം മുതൽ ഈ വിശ്വാസം കേട്ട, സത്യവിശ്വാസം എന്തെന്ന് മനസ്സിലാക്കിയ, പ്രാർത്ഥനയുടെ തീച്ചൂളയിൽ ദൈവത്തിന്റെ സ്വരം നേരിട്ട് കേട്ട യാക്കോബ് ബുർദാനയ്ക്ക് അറിയാമായിരുന്നു ഏതാണ് സത്യവിശ്വാസം. അവസാനം സുറിയാനി സഭ നശിച്ച് 3 ബിഷപ്പുമാരാണ് അവശേഷിച്ചത്. ബാക്കി എല്ലാവരെയും കൊന്നുകളഞ്ഞു. ബാക്കിയുള്ളവർ നാട് കടത്തപ്പെട്ടു. കുറെ പേർ പരിവർത്തനത്തിന് വിധേയപ്പെട്ടു. പണത്തിന്റെ പ്രലോഭനത്തിൽ പരിവർത്തനപ്പെട്ടു. 3 ബിഷപ്പുമാരും വിശ്വാസികളുമായിട്ട് ചിതറിപ്പോയി. വിശ്വാസികൾ ഇവരുടെ കൂടെ കൂടാൻ കൂട്ടാക്കിയില്ല. വിശ്വാസികൾക്ക് പള്ളികൾ നഷ്ടപ്പെട്ടു. വിശ്വാസികൾക്ക് നേതൃത്വം നഷ്ടപ്പെട്ടു. വിശ്വാസികൾക്ക് ആലംബം നഷ്ടപ്പെട്ടു. ചിന്നിയവരും ചിതറിയവരുമായി കിടക്കുന്നു. പക്ഷേ അവർ ഒരു കാര്യം പറഞ്ഞു: ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ്. പുതിയ പാത്രിയർക്കീസിനെ ചക്രവർത്തി അവിടെ വെച്ചു, അന്ത്യോക്യയിൽ. ജനങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ്. അതിൽ നിന്നാണ് നമ്മുടെ തുബ്ദനില് മറ്റാർക്കും കൊടുക്കാത്തൊരു വിശേഷണം വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർസ്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. അവിടെയുള്ളവർ പരിഹസിച്ചു. ഇവിടെയൊന്നും ആളെ കാണാനില്ലല്ലോ. അന്ത്യോക്യയിലെങ്ങും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഈ അന്ത്യോക്യയിൽ നിന്ന് സെവേറിയോസ് നിഷ്കാസനം ചെയ്യപ്പെട്ട പിന്നെ സുറിയാനി സഭയ്ക്ക് അന്ത്യോക്യയിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അന്ത്യോക്യക്ക് ഗ്രീക്കുകാർ പിടിച്ചെടുത്തു. അതുകൊണ്ടാണ് ഈ അന്ത്യോക്യൻ പാരമ്പര്യം ഇവർക്കില്ല എന്ന് പറയുന്നത്. ആർക്കാ പാരമ്പര്യം ഇല്ലാത്തതെന്ന് അവർ ചിന്തിക്കണം. ഗ്രീക്കുകാര് അവർ ചിന്തിച്ച അന്ത്യോക്യ എന്ന ജിയോഗ്രഫിക്കൽ പ്ലേസ് അവരുടെ അധീനതയിലാക്കുന്നത് കൊണ്ട് അന്ത്യോക്യൻ പാരമ്പര്യം അവർക്ക് കിട്ടുമെന്ന് അവർ വിചാരിച്ചു. അന്ത്യോക്യ എന്ന ജിയോഗ്രഫിക്കൽ പ്ലേസ് അവരുടെ അധീനതയിലായതുകൊണ്ട് അന്ത്യോക്യൻ പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ മനസ്സും അവരോടൊപ്പം ഇല്ലായിരുന്നു. ജനങ്ങളുടെ മനസ്സ് അവർക്ക് കിട്ടിയില്ല. അവർക്ക് കുറച്ച് പറമ്പ് സ്ഥലമൊക്കെ കിട്ടി. അന്ത്യോക്യ അവർ പിടിച്ചെടുത്തു. സെവേറിയോസ് നാട് കടത്തപ്പെട്ടു. പക്ഷെ സെവേറിയോസ് ഉയർത്തിവിട്ട ആ സത്യവിശ്വാസത്തിൽ ജനങ്ങൾ മുറുകെ പിടിച്ചു. ആ സമയത്താണ് യാക്കോബ് ബുർദാന രംഗത്ത് വരുന്നത്. യാക്കോബ് ബുർദാനയ്ക്ക് തിയഡോറ രാജ്ഞി, ഞാൻ മുമ്പേ പറഞ്ഞ മാബൂഗിലെ ഒരച്ഛന്റെ മോളായിരുന്നു. ആ തിയഡോറ രാജ്ഞി ആളയച്ചു, തന്നെ വന്ന് കാണാൻ ആവശ്യപ്പെട്ടു. അപ്പൊ യാക്കോബ് ബുർദാനയ്ക്ക് പോകാൻ തോന്നില്ല. കാരണം ചക്രവർത്തിനിയാണ്, എതിർപക്ഷമാണ്. ഈ തിയഡോറയുടെ ഹസ്ബൻഡാണ് ജസ്റ്റീനിയൻ. ഈ ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ് ഇന്ന് വിവാദത്തിലായിരിക്കുന്ന ഹാഗിയ സോഫിയ എന്ന പള്ളി പണി കഴിപ്പിച്ചത്. നമ്മൾ ഈ മനസ്സിലാക്കണം, നമ്മുടെ സഭയുടെ പാരമ്പര്യം എവിടെ പോയി നിൽക്കുന്നു, ഇതിന്റെ ലിങ്കുകൾ എവിടെയാണെന്ന്. ഹാഗിയ സോഫിയ പള്ളി ജസ്റ്റീനിയൻ ചക്രവർത്തി പണി കഴിപ്പിച്ചു. ആ സമയത്ത് പള്ളികൾ നഷ്ടപ്പെട്ട സുറിയാനി സഭയ്ക്ക് ആയിരക്കണക്കിന് പള്ളികളാണ് തിയഡോറ രാജ്ഞി വെച്ചു കൊടുത്തത്. സുറിയാനി സഭയുടെ പള്ളികൾ മുഴുവൻ തിയഡോറ രാജ്ഞിയാണ് വെച്ചു കൊടുത്തത്. ആ രാജ്ഞിയെ പിന്നീട് നമ്മുടെ സഭയിൽ വിശുദ്ധയായിട്ടാണ് ഗണിക്കുന്നത്. ഇന്നും സുറിയാനി സഭയിൽ മാതാവ് കഴിഞ്ഞാൽ അടുത്ത വനിതാ വിശുദ്ധ തിയഡോറയാണ്, സെയിന്റ് തിയഡോറയാണ്. കാരണം സഭയ്ക്ക് അടിസ്ഥാനമിട്ട അതിനെയാണ് ഇവർ പരിഹസിക്കുന്നത്. ആര്? ഗ്രീക്കുകാർ പരിഹസിക്കുന്നു. ഒരു വേശ്യാസ്ത്രീയാണ് ഇത് തുടങ്ങിയതെന്നും അവരാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞ അവര് എന്ന് പറഞ്ഞാൽ അവരുടെ അടി പറഞ്ഞു പോയി. അവർക്ക് അവിടെയൊന്നും ഒരു ആളെ പോലും കിട്ടിയില്ല. ഈ കാര്യങ്ങൾക്ക് മുഴുവൻ ഒത്താശ ചെയ്തത് എന്ന് പറഞ്ഞാൽ രാജകീയ ഒത്താശ കൊടുത്തത് ഈ തിയഡോറ ആയതുകൊണ്ട് തിയഡോറ രാജ്ഞിയോട് ഭയങ്കര കലിയുണ്ട് ഗ്രീക്കുകാർക്ക്.
ആ ഗ്രീക്കുകാർ എഴുതി വെച്ച ഒരു പൊട്ട പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടാണ് മലങ്കരയിലെ ഓർത്തഡോക്സുകാരൻ കൊണ്ട് ഫേസ്ബുക്കിൽ എഴുതുന്നത്. തിയഡോർ ആരാ നീ മനസ്സിലാക്കണം. നിന്റെ സഭയിലെ വിശുദ്ധയാണ്, വെനറേറ്റഡ് സെയിന്റ് ആണ്. ആ വിശുദ്ധക്കെതിരായിട്ടാണ് പറയുന്നത് പോകാരം. ഇവനെന്ത് ചരിത്രം അറിയാമെന്ന് പറഞ്ഞില്ലേ? ഈ യാക്കോബ് ബൃദാനയെ കൊട്ടാരത്തിലേക്ക് വിളിച്ച യാക്കോബ് ബൃദാന പോയില്ല. കാരണം അറിയത്തില്ല. കാരണം എത്രയോ ബിഷപ്പുമാരെ കൊന്നു കളഞ്ഞ കൊട്ടാരമാണ്, എത്രയോ ബിഷപ്പുമാരുടെ നാക്കരിഞ്ഞ കൊട്ടാരമാണ്. തന്നെ എന്തിനാണ് അങ്ങോട്ട് വിളിക്കുന്നത്? അന്ന് രാത്രി യാക്കോബ് ബൃദാന ഒരു ദർശനം കണ്ടു കൊട്ടാരത്തിലേക്ക് പോകാൻ. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ആ കൊട്ടാരത്തിൽ ചെന്നു. തിയഡോർ രാജ്ഞി യാക്കോബ് ബൃദാനയ്ക്ക് ഒത്താശകളെ ചെയ്തു കൊടുത്തു. പിന്നീട് താൻ വേഷപ്രച്ഛന്നനായി നടന്ന് സത്യവിശ്വാസത്തിലേക്ക് ജനങ്ങളെ ഉത്സാഹിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. AD 543 38-ാമത്തെ വയസ്സിൽ യാക്കോബ് ബൃദാനയെ ഒരു ബിഷപ്പായിട്ട് വാഴിച്ചു. ഇത് വാഴിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സേവറിയൂസ് പാത്രിയർക്കീസിന്റെ കാലഘട്ടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിട്ടിരുന്ന ഒരാളാണ് അന്തിമോസ്. ഈ പേര് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടല്ലേ? അന്തിമോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ അന്തിമോസും നമ്മൾ ഈ തുബ്ദനകത്ത് കേൾക്കുന്ന ഒരു ഇതാണ് അന്തിമോസ് എന്ന് പറഞ്ഞാൽ അന്തിക്ക് വരുന്ന ആരോ ആന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചിന്തിക്കും. അതൊന്നും അല്ല, അദ്ദേഹം പാത്രിയർക്കീസ് ആയിരുന്നു. പക്ഷെ അവരെ ഒന്നും പാത്രിയർക്കീസ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നില്ല. ഈ അന്തിമോസ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്നു. ഈ അന്തിമോസ് സത്യവിശ്വാസത്തിന്റെ സ്ഫുരണങ്ങളേറ്റിട്ട് അന്തിമോസ് പറഞ്ഞു മിയാഫൈസിറ്റിസമാണ് ശരി. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കൽക്കൂനിയൻ സുന്നഹദോസിലെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും അംഗീകരിച്ചെങ്കിലും അവരതിനെ നിർവചിച്ചത് തെറ്റിപ്പോയി എന്ന് അലക്സാണ്ട്രിയയിൽ നിന്നും അന്ത്യോക്യയിൽ നിന്നുമുള്ള സംഘം പറഞ്ഞു. അലക്സാണ്ട്രിയയിൽ നിന്നും അന്ത്യോക്യയിൽ നിന്നും കൽക്കൂനിയൻ സുന്നഹദോസിലേക്ക് പ്രതിനിധി സംഘം ചെല്ലാൻ ലേറ്റ് ആയിപ്പോയി. അപ്പൊ അവിടെ റോമിലെ പാത്രിയർക്കീസ് എന്ത് ചെയ്തു? തന്റെ മൂപ്പ് കാണിച്ചു. ഞാൻ ഈ നാട്ടുഭാഷ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനാ. എന്ന് പറഞ്ഞാൽ റോമിലെ പാത്രിയർക്കീസ് ഇച്ചിരി സാറാണ്, പക്ഷെ വിവരം വഴിയേ പോയിട്ടില്ല. തിയോളജി മുഴുവൻ അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും ഉള്ളവരാണ് അറിയുന്നത്. ഇവർക്ക് രാജകീയ അധികാരവും കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവരോർത്ത് ഇവർക്കും തിയോളജി എല്ലാം അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയാലും ഉണ്ടാകും എന്ന് പറഞ്ഞ് അന്ത്യോക്യയിൽ നിന്നും അലക്സാണ്ട്രിയയിൽ നിന്നുള്ളവർ വരുന്നതിന് മുമ്പ് കൽക്കൂനിയൻ സുന്നഹദോസ് നെസ്തോറിനെ ഒതുക്കുക എന്ന് പറഞ്ഞ് ഇവർ ഭയങ്കര പ്രബന്ധമെല്ലാം എഴുതി. അന്ത്യോക്യയിൽ നിന്നും അലക്സാണ്ട്രിയയിൽ നിന്നുള്ളവർ നിങ്ങൾ പരമ അബദ്ധമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഡിയോഫൈസിറ്റിസം എന്ന് പറഞ്ഞ അവരുടെ ഉപദേശം. ഇതാണ് ഈസ്റ്റേൺ ചർച്ചൊക്കെ പിടിച്ചിരിക്കുന്നത്. അതെന്താ വ്യത്യാസം? അപ്പൊ ആ വ്യത്യാസം പറയാൻ അത് വേണ്ട, ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി, നിങ്ങൾ ദുരുപദേശകരാണെന്ന് പറഞ്ഞ് അങ്ങനെ അന്ത്യോക്യക്കാരെ അലക്സാണ്ട്രിയക്കാരെ അവർ താഴ്ന്നു. അതിൽ പിന്നെയാണ് ഈ സഭകള് സുന്നഹദോസുകളിൽ പങ്കെടുക്കാത്തത്. അതുകൊണ്ട് നമ്മൾ 3 സുന്നഹദോസിലെ പങ്കെടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നിക്കായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട 3 പൊതു സുന്നഹദോസുകളെ ഞങ്ങൾ ഓർക്കുന്നു. അവിടെ വരെയുള്ളൂ. കൽക്കൂനിയൻ സുന്നഹദോസ് തൊട്ട് ഹെററ്റിക് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ക്രിസ്തുവിന്റെ ഏക വ്യക്തി ഒന്നിൽ നിന്നുള്ള 2 എന്നുള്ള മിയാഫൈസിറ്റിസം എന്നുള്ള വിശ്വാസത്തെ നമ്മൾ ഹോൾഡ് ചെയ്തു. ഇതാണ് സത്യവിശ്വാസം. ആ ഒരൊറ്റ വിശ്വാസത്തിന് വേണ്ടിയാണ് ഈ പിതാക്കന്മാർ മുഴുവൻ ജീവൻ കൊടുത്തത്. അല്ലെ ഇവരുടെ ഈ വിശ്വാസം അംഗീകരിച്ചിരുന്ന ഇവരാരും ഉപദ്രവിക്കപ്പെടത്തില്ല. അവർക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങളും അധികാരങ്ങളും പദവികളും പത്രാസുകളും സുഖഭോഗങ്ങളും ഒക്കെ കിട്ടിയാനേ. പക്ഷെ അവരത് മുഴുവൻ ത്യജിച്ചത് ഈ ഒരൊറ്റ സത്യവിശ്വാസത്തിന് വേണ്ടിയാണ്. കാരണം അവൻ ഭേദം കൂടാതെ മനുഷ്യനായി മനുഷ്യത്വവും ദൈവത്വവും അവനിൽ ചേർന്ന് വിത്ത് നോ ഡിഫറൻസ്, വിത്ത് നോ കൺഫ്യൂഷൻ, വിത്ത് നോ ഡിവിഷൻ. ഇത് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അന്ന് ഒറ്റ ഒരാൾക്കേ പറ്റിയുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമ്മുടെ പരിശുദ്ധ പാത്രിയർക്കീസ് സേവറിയോസ് നല്ല വെട്ടിപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും നിന്നത്. ആ എക്സ്പ്ലനേഷന്റെ മുമ്പിൽ ഇവരുടെ വാദങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. അവർ അസ്തപ്രജ്ഞനായി ജനങ്ങൾ കൂട്ടമായി സേവറിയോസിനെ അനുഗമിച്ചു. ആ സേവറിയോസ് ആണ് ഇപ്പോൾ നാടുകടത്തപ്പെട്ടു, കാലം ചെയ്യപ്പെട്ടു.
ഇപ്പോൾ അവർക്ക് മനസ്സിലായി അന്ത്യോക്യൻ സിംഹാസനം അനാഥമായിരിക്കുന്നു, അന്ത്യോക്യൻ സിംഹാസനത്തിന് കീഴിലുള്ള ജനങ്ങളെ മുഴുവൻ നമുക്ക് കിട്ടും എന്ന് മനപ്പായസം കൊണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് യാക്കോബ് ബുർദാനയുടെ രംഗപ്രവേശം. അങ്ങനെ യാക്കോബ് ബുർദാന വേഷപ്രച്ഛന്നനായി സകല സ്ഥലത്തും സഞ്ചരിച്ച് വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തപ്പോഴാണ് AD 543 ഞാൻ പറഞ്ഞ ഈ അന്തിമോസ് സേവറിയോസിന്റെ കാലത്ത് മിയാഫൈസിറ്റസ് ശരിയാണെന്ന് പറഞ്ഞതിന് റോമൻ മാർപ്പാപ്പ നേരിട്ട് വന്ന് ശാസിച്ചു. റോമൻ ചക്രവർത്തിയുടെ ശാസനയും കൽപ്പനയും അവസാനം ലാസ്റ്റ് വാണിംഗ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസാണ്. നിങ്ങൾ ഓർക്കണം, കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ഇവരുടെ കേന്ദ്രം. അവിടുത്തെ പാത്രിയർക്കീസായിരുന്ന അന്തിമോസ് പറഞ്ഞു, ഇല്ലില്ല, ഞാൻ ഏതായാലും സേവറിയോസിന്റെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അന്തിമോസിനെ ഡിപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രഷ്ടനാക്കി. അന്തിമോസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. അങ്ങനെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട അന്തിമോസ് കോൺസ്റ്റാന്റിനോപ്പിളിലെ സിംഹാസനവും കൊട്ടാരവും ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ പ്രവാസത്തിലിരിക്കുന്നു. ആ സമയത്ത് കോപ്റ്റിക് ഓർത്തഡോക്സ്, ഇന്നത്തെ പേരാ ഞാൻ പറയുന്നത്, അന്നത്തെ പേരല്ല, അന്ന് അലക്സാണ്ട്രിയൻ സഭ എന്ന് പറയും. അലക്സാണ്ട്രിയൻ സഭയുടെ പാത്രിയർക്കീസ് ആയിരുന്ന തിയോഡോഷ്യസ്, അദ്ദേഹം പ്രവാസത്തിലാണ്. കാരണം അവിടെ ഇവരുടെ വലിയ ശക്തികളാണ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ വല്ല, തിയോഡോഷ്യസ് പ്രവാസത്തിലാണ്. പിന്നെയുള്ളത് ലവോദിക്കയായിൽ നിന്ന് വന്ന കോൺസ്റ്റാന്റിയസ്. ലവോദിക്കയായിൽ നിന്ന് വന്ന കോൺസ്റ്റാന്റിയസ് 3 ബിഷപ്പുമാർ, അതായത് അന്തിമോസ്, തിയോഡോഷ്യസ്, കോൺസ്റ്റാന്റിയസ്. പിന്നെ അതുകൂടാതെ ഈ തിയോഡോഷ്യസ് ജയിലിൽ കിടന്നപ്പോൾ, നിങ്ങൾക്ക് ഈ സിനിമയിലൊക്കെ ചിലപ്പോൾ കാണാമല്ലേ, ജയിലിൽ വെച്ച് പരിചയപ്പെടുന്ന ജയിൽ പുള്ളി. അങ്ങനെ തിയോഡോഷ്യസ് ജയിലിൽ കിടന്നപ്പം 2 ബിഷപ്പുമാരെ പരിചയപ്പെട്ടായിരുന്നു. ആ ബിഷപ്പുമാരും കൂടി ജയിൽ പരിചയം 5 പേര്. 5 ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദൃഷ്ടിയിൽ ക്രിമിനലുകളാണ്. അതായത് അന്തിമോസ്, തിയോഡോഷ്യസ്, കോൺസ്റ്റാന്റിയസ്, തിയോഡോഷ്യസിന്റെ പരിചയക്കാർ 2 ബിഷപ്പുമാർ. ഈ 5 ബിഷപ്പുമാർ ചേർന്നാണ് യാക്കോബ് ബുർദാനയെ വാഴിക്കുന്നത്. അവിടെയാണ് യാക്കോബായ സഭ ഉണ്ടാകുന്നത്. യാക്കോബായ സഭയുടെ ചരിത്രവും പാരമ്പര്യവും ഭൂമിശാസ്ത്രവും പിന്നാമ്പുറവും ഒക്കെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ 5 ക്രിമിനലുകൾ കൂടി തുടങ്ങിയ സഭയാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ ഭാഷയിലാണ്, ഈസ്റ്റുകാരുടെ ഭാഷയിലാണ് ഇവര് ക്രിമിനലുകൾ. സത്യവിശ്വാസത്തിന് വേണ്ടി കഷ്ടമനുഭവിച്ച, സിംഹാസനം ഉപേക്ഷിച്ച, സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച, പീഡിപ്പിക്കപ്പെട്ട, പ്രവാസത്തിൽ അയക്കപ്പെട്ട ആ 5 പിതാക്കന്മാർ ചേർന്ന് യാക്കോബ് ബുർദാനയെ വാഴിച്ചു. പിന്നീട് യാക്കോബ് ബുർദാനയുടെ ഒരു ജൈത്രയാത്രയായിരുന്നു. സാമ്രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓരോ മുക്കിലും മൂലയിലും പള്ളികൾ സ്ഥാപിക്കുകയും എപ്പിസ്കോപ്പമാരെയും കശീശമാരെയും വാഴിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തി. അങ്ങനെ സുറിയാനി സഭ വീണ്ടും ശരീരം പ്രാപിച്ചു. അങ്ങനെ തന്നെ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്, ശരീരം പ്രാപിച്ചു. മറ്റേ ശരീരമില്ലായിരുന്നു, വിശ്വാസികൾ അവിടെ എവിടെയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സുറിയാനി സഭയ്ക്ക് വീണ്ടും ചൈതന്യമുണ്ടായി, പള്ളികളുണ്ടായി, പട്ടക്കാരുണ്ടായി, മേൽപ്പട്ടക്കാരുണ്ടായി, ശുശ്രൂഷ ക്രമങ്ങളുണ്ടായി. സുറിയാനി സഭ നവജീവനിലേക്ക് വന്നു. അതിന് ഏറ്റവും പിന്തുണ കൊടുത്താണ് ഈ തിയോഡോറ രാജ്ഞി. അതുകൊണ്ട് ആ തിയോഡോറ രാജ്ഞിയോട് തീർന്നുവെന്ന്, ഈ സഭയുടെ കച്ചവടം തീർന്നു എന്ന് വിചാരിച്ച് എഴുതി തള്ളിക്കൊണ്ടിരുന്നാണ് ലവന്മാര്. അപ്പോഴാണ് ഈ കാര്യം ഇങ്ങനെ സഭ എഴുന്നേറ്റ് വരുന്ന കണ്ടപ്പം അതിന് പിന്തുണ കൊടുത്ത തിയോഡോറ ചക്രവർത്തിനെ കുറിച്ച് മോശം ഒരു പുസ്തകം എഴുതിയില്ലെങ്കിൽ അവരോട് ദൈവം തമ്പുരാൻ ചോദിക്കത്തില്ലേ? അതിന് അവന്മാരെഴുതി വെച്ച ഒരു കുട്ടി പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് മലങ്കരയിലെ കുരുപ്പുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. എത്ര അപലപനീയമാണ്! തലമറന്ന് എണ്ണ തീർക്കാന്ന്. അങ്ങനെ ഈ യാക്കോബ് ബുർദാന ഈ സഭ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇവരെ ഒരു പേര് വിളിച്ചു, യാക്കോബായക്കാര്. എന്താണ് അത്? യാക്കോബായക്കാര് എന്ന് പറഞ്ഞാൽ ഇത് യാക്കോബ് ബുർദാന ഉണ്ടാക്കിയ ഒരു സഭയാണ്. അവരൊരു പുതിയ സഭ ഉണ്ടാക്കി. യാക്കോബ് ബുർദാന ഒരു പുതിയ സഭ ഉണ്ടാക്കി. യാക്കോബ് ബുർദാന പറഞ്ഞു, നോ, ഞാൻ സഭ ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് സത്യസഭ. ഇതാണ് ആദ്യം മുതലുള്ളതും അപ്പോസ്തലനായ പരിശുദ്ധ പത്രോസ് സ്ഥാപിച്ചതുമായ അന്ത്യോക്യയിലെ സത്യസഭയാണിത്.
അപ്പൊ ഇവരുടെ പുസ്തകങ്ങൾ മുഴുവൻ എഴുതി നോ AD 543 യാക്കൂബ് പ്രധാന തുടങ്ങിയ സഭയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കറിയാവോ, ഈ നിങ്ങൾ ഗൂഗിൾ ചെയ്താലും വിക്കിപീഡിയ വായിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ യാക്കോബായ സഭ അല്ലെങ്കിൽ സിറിയാക്കോ ഓർത്തഡോക്സ് സഭ AD 543 തുടങ്ങിയത് അവന്മാർ എഴുതി വെക്കും. AD 543 തുടങ്ങിയതല്ല, കാരണം അന്ത്യോക്യയിൽ നിന്ന് ഇവർ നിഷ്കാസിതനാക്കിയ പാത്രിയർക്കീസ് സെവോറിയോസ്, ഈ സെവോറിയോസ് പാത്രിയർക്കീസ് ഈ തിയഡോഷ്യസ് പാത്രിയർക്കീസിനെ അലക്സാണ്ട്രിയയിൽ നിന്ന് അവർ പുറത്താക്കിയപ്പോൾ ഈ തിയഡോഷ്യസ് പാത്രിയർക്കീസിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചത് സെവോറിയസ് പാത്രിയർക്കീസ്. ഞാൻ വീണ്ടും പറയണം, ഈ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയും ഈ സിറിയക് ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ, അതായത് തിയഡോഷ്യസിനെ നിഷ്കാസനം ചെയ്ത് പുറത്തു കൊണ്ടുവരും. പിന്നീട് ഈ തിയഡോഷ്യസ് തിരിച്ചു ചെല്ലുമ്പം ഈ അലക്സാണ്ട്രിയൻ സഭയിൽ ഉള്ള ആളുകള് ഭിന്നത അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഭരണം പിടിച്ചുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കൽപ്പനയും നിയമപ്രകാരമുള്ള ഓർഡറുകളും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. അവരാണ് മെൽക്കൈറ്റ്സ് എന്ന്, ഇന്നുകൊണ്ട് മെൽക്കൈറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാകുന്നത്. ഈ തിയഡോഷ്യസ് തിരിച്ച് അലക്സാണ്ടർ ചെല്ലുമ്പോഴാണ് മെൽക്കൈറ്റ്സ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ തിയഡോഷ്യസിനെ അലക്സാണ്ട്രിയയിൽ നിന്ന് പുറത്താക്കുമ്പം ഈ തിയഡോഷ്യസ് ദുഃഖഭാരത്തോടെ വരുമ്പം ഈ സെവോറിയസ് പാത്രിയർക്കീസ് ആണ് മീറ്റ് ചെയ്യുന്നത്. സെവോറിയസ് പാത്രിയർക്കീസ് അന്ന് സാഖയിൽ താമസിക്കുകയാണ്. സാഖയിൽ നിന്ന് സെവോറിയസ് പാത്രിയർക്കീസ് തിയഡോഷ്യസിനെ കണ്ട് ആശ്വസിപ്പിച്ചിട്ട് ഈ തിയഡോഷ്യസും സെവോറിയസ് പാത്രിയർക്കീസും ചേർന്ന് ഒരുമിച്ച് ഈ ക്രിസോസ്റ്റത്തിന്റെ സ്വർണ്ണനാവുകാരന ഈവാനിയോസിന്റെ ഈ പാട്ട് പാടി ആശ്വസിപ്പിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാ? എന്നെ നാടു കടത്തട്ടെ തുണയ്ക്കു കർത്താവുണ്ടങ്ങ്. നമ്മൾ ഈ ഓരോ പാട്ടും കേൾക്കുമ്പോൾ ഇത് മനസ്സിലാക്കണം, നമ്മുടെ സഭയുടെ ചരിത്രം ഇത് എവിടെ പോയി കിടക്കുന്നു. അത് കൊള്ളാവുന്ന ഒരു പാട്ടാണ്, തീ പോലെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ അത് എവിടെ പോയി കിടക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വരി കേൾക്കാം. എന്നെ നാടുകടത്തട്ടെ തുണയ്ക്കു കർത്താവുണ്ടങ്ങ് വാളാലെന്നെ കീറട്ടെ എനിക്കു താവും ദേശായ. ആഴിയിലേക്കെറിയട്ടെന്നെ യോനാനിധിയുണ്ടെൻ മുന്നിൽ സിംഹക്കുഴിയിൽ അള്ളട്ടെ ദാനീയേലനാശ്വാസം. ഞാൻ ഈ പാട്ട് കേൾക്കുമ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ധ്യാനിക്കുന്നതാണ്. ഒരു ദേറാപ്പള്ളിയുടെ ഒരു ഗുഹാ കവാടത്തിൽ ഇരുന്ന് ഒരു സൂര്യൻ അസ്തമിച്ചു പോകുന്ന ആ സമയത്ത് സെവോറിയസ് പാത്രിയർക്കീസും തിയഡോഷ്യസ് പാത്രിയർക്കീസും കാണുന്നു. അലക്സാണ്ട്രിയൻ സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസിതനായ തിയഡോഷ്യസും അന്ത്യോക്യൻ സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസിതനായ സെവോറിയസും അവര് ആ മനോഹരമായ ഗാനം പാടുക. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കി. ഈ സെവോറിയസും തിയഡോഷ്യസും ഇരുന്ന് രണ്ടുപേരും നാട് കടത്തപ്പെട്ടിരിക്കും. അങ്ങനെ നമ്മൾ ഗ്രഹിക്കേണ്ടത്. തിരുവയിലെറിയട്ടെന്നെ ആ പൈതങ്ങളെ ഞാനോർക്കും വാളാലൻ തല വീഴട്ടെ സ്നാപകയോധൻ ഞാൻ മുന്നിൽ.
സത്യവിശ്വാസം. നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു പരിചയത്തില് ഈ സെവറിയോസ് പാത്രിയർക്കീസോടുള്ള ആ ഒരു ആത്മബന്ധത്തിലാണ് ഈ തിയോഡോഷ്യസ് വന്നിട്ട് യാക്കോബ് വാഴിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? അതായത് സെവറിയോസുമായിട്ടുള്ള ആ ലിങ്ക്, സെവറിയോസിനുള്ള ആ ആത്മബന്ധത്തിൽ നിന്നാണ് അലക്സാണ്ട്രിയയുടെ പാത്രിയർക്കീസ് വന്നിട്ടാണ് യാക്കോബ് കൈവപ്പ് കൊടുക്കുന്നത്. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സക്സഷൻ ഇത് പുതിയ സഭയല്ല, ഞങ്ങളുടെ പാത്രിയർക്കീസ് ആരാണ്? സെവോറിയോസ്. അപ്പൊ രാജാവ് സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് രാജാവ് പുതിയ പാത്രിയർക്കീസിനെ കൊണ്ട് അന്ത്യോക്യയിൽ വെച്ചു. പക്ഷെ സെവോറിയോസിന്റെ പിന്തുടർച്ച ഇവിടെ ഞങ്ങൾക്ക് വന്നിരിക്കുന്നു. പിന്നീട് യാക്കോബ് അന്ത്യോക്യക്ക് വേറെ പാത്രിയർക്കീസിനെ യാക്കോബ് വാഴിക്കുകയാണ്. ആ പാരമ്പര്യമാണ് സുറിയാനി സഭയുടെ പാരമ്പര്യം. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ ബ്രോക്കൺ സക്സഷൻ, ഇറ്റ് ഈസ് അൺബ്രോക്കൺ സക്സഷൻ. ഇത് ഉടഞ്ഞു പോകാത്ത നമ്മുടെ പൈതൃകമാണ്, പാരമ്പര്യമാണ്. അപ്പൊ ഇവിടെ ഇതിനെ ഇവർ പരിഹസിച്ചത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സെവേറിയോസ് എന്ന് അന്ന് വിശ്വാസികൾ ഏറ്റു പറഞ്ഞത് തുബ്തേനിൽ എഴുതി ചേർത്തു. ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സെവേറിയോസ്. കാരണം ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞാലും, ഞങ്ങളുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് അകന്നാലും, ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് തന്നെ പോയാലും ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. അന്ത്യോക്യയിൽ നിന്ന് സെവോറിയോസിനെ നിഷ്കാസനം ചെയ്യാൻ രാജകീയ അധികാരം ഉപയോഗിച്ച് ഡീപ്പോസ് ചെയ്ത്, രാജകീയ അധികാരം ഉപയോഗിച്ച് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നാക്ക് മുറിക്കാൻ ഓർഡർ വന്ന് അദ്ദേഹത്തിന് പോകണേ. അദ്ദേഹം ഒരു വഞ്ചിയിൽ കയറിയാണ് അന്ത്യോക്യയിൽ നിന്ന് പോകുന്നത്. സെവോറിയോസ് അന്ത്യോക്യ വിട്ടു കഴിഞ്ഞപ്പോൾ അന്ത്യോക്യയിൽ ഭൂകമ്പം ഉണ്ടായി, 2 ലക്ഷം പേര് കൊല്ലപ്പെട്ടത്. അവിടെ നിന്ന് അദ്ദേഹം പോയി. വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ സെവോറിയോസ് കാലം ചെയ്തു. ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്നുള്ളത് പാശ്ചാത്യർ. ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്, കണ്ണിന് മുമ്പിൽ നിന്ന് പോയാൽ മനസ്സിൽ നിന്നും പോയി. പക്ഷെ സത്യവിശ്വാസികൾ പറഞ്ഞു, ദേഹം വിട്ടാലും, നാട് വിട്ടാലും, നാട് കടത്തിയാലും, തീച്ചൂളയിലിട്ടാലും, സിംഹത്തിനെറിഞ്ഞാലും ഞങ്ങളുടെ പാത്രിയർക്കീസ് സെവോറിയസ്. ആ സെവോറിയസിന്റെ പിന്തുടർച്ചയിൽ നിന്ന് തിയോഡോഷ്യസ് വന്നിട്ട് ഈ കൈവപ്പ് കൊടുക്കുന്നു. ആ കൈത്തിരി കെടാതെ ഇവിടെ കൊണ്ട് കൊടുക്കുക. അപ്പോൾ സെവോറിയസ് പാത്രിയർക്കീസിനോടൊപ്പം ഉണ്ടായിരുന്ന 3 ബിഷപ്പുമാര് ദൈവകൃപയാൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ആ സക്സഷൻ ബ്രോക്കായില്ല. സുറിയാനി സഭയുടെ പാരമ്പര്യം അതേപടി നിലനിന്നു. അതുകൊണ്ടാണ് തുബ്തേനിൽ വായിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ ഒക്കെ പേര് മാത്രം വായിക്കുമ്പം ഈ സെവോറിയസ് പാത്രിയർക്കീസ് വായിക്കുമ്പം ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായി എന്ന് പറഞ്ഞ എന്താണ്? മിയാഫൈസിറ്റിസം പ്രസംഗിച്ച സത്യവിശ്വാസം, ക്രിസ്തു ആരാണെന്നുള്ളത്, അവനിലെ ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത്, ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത്, നോ കൺഫ്യൂഷൻ, നോ ഡിവിഷൻ, ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുന്ന ആ സത്യവിശ്വാസം. അതുകൊണ്ടാണ് മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവോറിയോസ്. അപ്പം ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവോറിയോസ് എന്ന് തുബ്തേനിൽ വായിക്കുമ്പം നമ്മൾ വലിയൊരു ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പിനെയാണ് കണക്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമുക്കെതിരായിട്ടുണ്ടാകുന്ന വലിയൊരു ആരോപണം, യാക്കോബായക്കാരെന്ന് ഇവര് കളിയാക്കി വിളിച്ച പേരാണ്. അപ്പൊ നമ്മള് യാക്കോബായക്കാരല്ല. ഇത് യാക്കോബായക്കാർ പിണങ്ങല്ലോ കേട്ടോ, യാക്കോബായക്കാരല്ല. വി ആർ നോ ലോങ്ങർ ജാക്കോബൈറ്റ്സ്. ഞങ്ങളാണ് ആദിമ സഭയുടെ യഥാർത്ഥ സത്യവിശ്വാസത്തിന്റെ പിന്തുടർച്ചക്കാർ. അപ്പൊ അതാണ് ഈ പറയുന്നതിന് മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവോറിയസ് ആണെന്ന് പറയുമ്പോൾ അത് യാക്കോബ് പ്രധാനിക്ക് മുമ്പുള്ള ആ പാത്രിയർക്കീസിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവോറിയസ്. അതുകൊണ്ട് തുബ്തനിൽ ആ ഭാഗം വായിക്കുമ്പം നമ്മുടെ ഹാർട്ട്സ് എന്ത് ചെയ്യണം, തുള്ളിച്ചാടണ സന്തോഷം കൊണ്ട്. കാരണം നമ്മുടെ ഏർലി ചർച്ചിൽ 1-ാം നൂറ്റാണ്ട് മുതലുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വന്ന ആ സത്യവിശ്വാസത്തെ അതേപടി പകർന്നെടുത്ത
അപ്പോസ്തലനായ പത്രോസിന്റെയും ഇഗ്നാഷ്യസ് ന്യൂറോനോയുടെയും അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന സഭാപിതാക്കന്മാരുടെ എല്ലാം പാരമ്പര്യത്തിലൂടെ വരുന്ന ആ നേർ പാരമ്പര്യത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആ തുബ്ദനിലില്ലെങ്കിൽ ഇത് AD 543 നവസഭയായിട്ട് വരും. അതുകൊണ്ടാണ് തുബ്ദനിൽ പിതാക്കന്മാർ അത് പ്രത്യേകം എഴുതി ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുബ്ദൻ കേൾക്കുമ്പോൾ അന്തിമോസ് എന്നൊക്കെ കേൾക്കുമ്പോൾ അന്തിമോസും ഈവാനിയോസും സേവറിയോസും പീലക്സീനോസ് ഇതൊക്കെ ആരാണെന്ന് അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ അന്തിമോസ് എന്ന് കേൾക്കുമ്പോൾ ഇനി അടുത്ത ദിവസം ഏതായാലും ദൈവകൃപയാൽ നിങ്ങൾക്ക് ഇപ്പൊ അടുത്ത കാലത്തൊന്നും കുർബാനയ്ക്ക് പോകണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ഈ അടുത്തായിട്ട് കുർബാന കേൾക്കുമ്പം ഈ അന്തിമോസ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരണം യാക്കോബ് പ്രധാനിയെ വാഴിച്ച ആളാണ് അന്തിമോസ്. അന്തിമോസും സേവോറിയോസ് എന്ന് കേൾക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ പാത്രിർക്കീസ് മോർ സേവോറിയോസ് എന്ന് പറയുമ്പോൾ വലിയൊരു ഗ്യാപ്പിനെ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഈ സഭയ്ക്ക് വേണ്ടി ഇത്രമാത്രം ഈ സത്യവിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ഈ യാക്കോബ് പ്രധാനി എഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ വിശ്വാസമില്ല. ഇന്ന് ഈ സത്യവിശ്വാസം എന്താണ്? ഈ സത്യവിശ്വാസം എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ ദൈവത്വം. മറിയം എങ്ങനെ മാതാവാകുന്നു? ഈ കത്തോലിക്ക സഭയ്ക്ക് മറിയം മാതാവാണ്, ദൈവമാതാവ്. നിങ്ങൾക്കറിയാം, ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ കന്യാമറിയത്തെ പുകഴ്ത്തുന്നത് കത്തോലിക്കനാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലുത്തിനിയ ഉണ്ട്, നൊവേനയുണ്ട്, കൊന്തയുണ്ട്, പ്രതിമയുണ്ട്, പിന്നെ കപ്പേളയുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ്. മാതാവെന്ന് പറഞ്ഞാൽ മാതാവിന്റെ സഭ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ സത്യത്തിൽ ഞാനിനി ഒരു കാര്യം പറയാം, ഇനി ആരെല്ലാം പരിഭവിച്ചാലും ഒന്നുമില്ല, കത്തോലിക്കർക്ക് മാതാവില്ലെന്നുള്ളതാണ് സത്യം. കത്തോലിക്കർക്ക് ഏതോ ഒരു സ്ത്രീയാണുള്ളത്, മാതാവല്ല. ഏതോ ഒരു സ്ത്രീ. പരിശുദ്ധ സുറിയാനി സഭയിലാണ് മാതാവുള്ളത്. പരിശുദ്ധ സുറിയാനി സഭ അല്ലെങ്കിൽ വന്ന് പറയൂ അങ്ങനെയാ നിങ്ങൾക്കുള്ളതെന്ന്. കാരണം മിയാഫൈസിറ്റിസം അംഗീകരിക്കാതെ നിങ്ങൾക്ക് ദൈവമാതാവില്ല. മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച് ഞങ്ങളുടെ പാത്രിർക്കീസാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ തൊട്ട് മറിയത്തെ വെച്ചാണ് തുടങ്ങുന്നത്. മേരി പണ്ട് ഞാൻ ഈ പെന്തക്കോസ്തിലോട്ട് ചാടാൻ ഓങ്ങി നിന്ന സമയത്ത്, കുറെ നാൾ അങ്ങനെ നിന്നിട്ടാ ചാടിയത്, പെട്ടെന്ന് ചാടുകയല്ലേ. അന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കല്ലുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുറിയാനി സഭയുടെ കുർബാനയ്ക്കകത്തും ഒക്കെ വരുന്ന മാതാവ് വരും, മറിയം വരുന്നു, മാതാവ് വരുന്നു. ഇതിങ്ങനെ ഒരു കല്ലുകടിയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, എത്ര നല്ല കുർബാന, ഈ മാതാവിനെ അങ്ങ് മാറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലത്. സുറിയാനി സഭയിൽ നിന്ന് മാതാവിനെ മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു സൂത്രം കണ്ടു. കത്തോലിക്കരുടെ കുർബാനയ്ക്ക് പോയി, അതിനകത്ത് മാതാവില്ല. അപ്പൊ ആർക്കും കൂടാം, എങ്ങനെയും കൂടാം, എപ്പോഴും കൂടാം. പെന്തക്കോസ്തുകാർക്ക് വരെ പോയി കൂടാം മനസാക്ഷി കുത്തില്ലാതെ. കാരണം സീറോ മലബാറിന്റെ കുർബാന തുടങ്ങി കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് കുർബാന കൂടി കുരിശും വരച്ച് വീട്ടിൽ ചില അച്ഛന്മാർ വാശിക്കാൻ ആരെങ്കിലും ചിലപ്പോൾ ഒരു നന്മ നിറഞ്ഞ ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം മാതാവിനെ ഉൾപ്പെടുത്താതെ കുർബാന പൂർത്തീകരിക്കാൻ പറ്റും. കാരണം ക്രിസ്തു കേന്ദ്രീകൃത, ക്രിസ്തു മാത്രമാണ്. പക്ഷെ നമ്മുടെ സഭയുടെ കുർബാനയുണ്ടല്ലോ, ഏത് പൊന്നുമോൻ, ഏത് ഉണർവുകാരൻ വന്നാലും, എത്ര ഉണർവുകാരൻ അച്ഛൻ വന്നാലും മാതാവിനെ ഒഴിവാക്കി കുർബാന വലിച്ചു പോകാൻ പറ്റത്തില്ല. തുടങ്ങുമ്പോളേ പറയും നിന്മാതാവ് വിശുദ്ധന്മാ എന്നിവർ തൻ പ്രാർത്ഥനയാൽ. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറാനാണ്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കത്തോലിക്കരാണ്ട് മാതാവിന്റെ വലിയ ആളുകളാണെന്നോ. സുറിയാനി സഭയിലാണ് മാതാവുള്ളത്, കത്തോലിക്കർക്കില്ല. അവരുടെ വിശ്വാസത്തിലില്ല, അവരുടെ തിയോളജിയിൽ അത് വരത്തില്ല, ഫിറ്റ് ആവത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഷോക്കായിരിക്കല്ലേ, കത്തോലിക്കർക്ക് ഇല്ലെന്നുള്ളതാണ് സത്യം. ഇല്ല, അവർ വെറുതെ അഭിനയിക്കുന്നതാണ്. നമ്മുടെ തിയോളജിയിലാണ് മാതാവ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും മാതാവ് വരുന്നത്, സെൻട്രൽ പോയിന്റ് വരുന്നു. കാരണം ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിക്കുകയാണ്. നമ്മുടെ രക്ഷ അഷ്വേർഡാണ്, നമ്മുടെ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷ പ്രാപിച്ചവരുമേ. ഇത്ര ആധികാരികമായിട്ട് ഏതെങ്കിലും ക്രിസ്തീയ സഭ പറയൂ? കുർബാനയുടെ ആശീർവാദം നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷ പ്രാപിച്ചവർ. ടോട്ടലി റോങ് എന്നൊക്കെ ബിജോയ് എഴുതുന്നുണ്ട്. എൻ്റെ പൊന്നു ബിജോയി, ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. തിയോളജിക്കലി നോക്കുമ്പോൾ സുറിയാനി സഭയിലാണ് കൃത്യമായി മാതാവ് നിൽക്കുന്നത്. മനപ്രയാസം ഉണ്ടാവുമെങ്കിൽ അത് തിയോളജി പഠിക്കുക, അല്ല എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞങ്ങളുടെ പാത്രിർക്കീസ് മോർ സേവോറിയസിനെ ഉപദ്രവിച്ചതാരാണ്? ഈസ്റ്റുകാരാണ്. ഡിയോഫൈസിറ്റിസം ഹോൾഡ് ചെയ്തവരാണ്.
അവരാണ് നാക്ക് മുറിക്കാൻ കൽപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് പറഞ്ഞതിന് നമ്മുടെ പാത്രീർക്കീസ് മോർ സേവോറിയോസിന്റെ നാക്ക് മുറിക്കാൻ കൽപ്പന കൊടുത്തവരാണ്. അവരാണിപ്പോ മാതാവിന്റെ ആളുകളാന്ന് പറയുന്നത്. അത് മാതാവല്ല, അത് വ്യാജ മാതാവാണ്. ഒറിജിനൽ മാതാവ് സുറിയാനി സഭയുടെ മാതാവാണ്, ഒറിജിനൽ മാതാവ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് മുഴുവൻ മാതാവ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക, എവിടെ പ്രാർത്ഥിച്ചാലും അതിനകത്തെല്ലാം മാതാവ്. എവിടെ പ്രാർത്ഥിച്ചാലും ബിജോയ് ഒരു പ്രാർത്ഥന എടുത്തുകൊണ്ട് വാ നിങ്ങളുടെ ലിറ്റർജിയിൽ നിന്ന്. അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് സഹായങ്ങൾ നൽകുന്ന ഒരു അത്ഭുത പ്രവർത്തകയായ ഒരു മാതാവിനെയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ അതല്ല, നമ്മുടെ തിയോളജിയിൽ ഇഴവിരിഞ്ഞ് നിൽക്കുകയാണ്. അതാണ് കൃത്യമായ ദൈവശാസ്ത്രം. ഈ ദൈവശാസ്ത്രത്തിന് വേണ്ടി, ഈ സത്യവിശ്വാസത്തിന് വേണ്ടിയാണ് ജീവൻ അർപ്പിച്ചത്. ഈ സത്യവിശ്വാസത്തിന് വേണ്ടി. ഇതാണ് ഇതിന്റെ വ്യത്യാസം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. ഇതാണ് അതിന്റെ വ്യത്യാസം. സത്യവിശ്വാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ നിങ്ങളുടെ ലിറ്റർജിയിലൂടെ, സുറിയാനിക്കാരൻ അവന്റെ ലിറ്റർജി എടുത്തിട്ട് നോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നതല്ല. അപ്പം ഞാൻ ഈ പതിവായിട്ട് ഈ പെന്തക്കോസ്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കുറെ കാലം കത്തോലിക്ക കുർബാനയ്ക്ക് പോകും. കാരണം എന്നാ, മാതാവില്ല. സുഖമായിട്ട് കുർബാന കൂടി നാക്ക് നീട്ടി, പല്ലി നാക്ക് നീട്ടുന്നാലെ നാക്ക് നീട്ടി കുർബാന മേടിച്ച് വീട്ടിൽ പോരും. പറ്റിച്ചേ എന്നുള്ളൊരു ഭാഗമാണ്. അപ്പം ഞാനിങ്ങനെ ബസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ, ഞാൻ കോട്ടയത്ത് പോയ കുർബാന കൂടുന്നത്. കോട്ടയത്ത് കുർബാന കൂടിച്ച് ഇങ്ങനെ വരുമ്പോൾ മണ്ടാട്ടുപള്ളിയിൽ നിന്ന് കുർബാന കൂടി മണ്ടന്മാരൊക്കെ മാതാവിന്റെ പിശാചിനെ സൂചിച്ചിറങ്ങി ഞാൻ ഇങ്ങനെ നോക്കും. ഒതുക്കത്ത് നോക്കി ഞാൻ വീട്ടിലോട്ട് കയറി പോകും. ഞാൻ എവിടെയാ? ഞാൻ കോട്ടയത്ത് പോയി മാതാവില്ലാത്ത കുർബാന കൂടിച്ച് വന്നിരിക്കുക. എന്റെ അനുഭവമാണ് പറയുന്നത്. അതിനകത്ത് നേരല്ല നുണയാന്ന് പറഞ്ഞാൽ എന്നോട് അനുഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ സത്യവിശ്വാസത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? കോട്ടയത്തിന് പോയി. പക്ഷെ ഞാൻ സത്യവിശ്വാസം തിരിച്ചറിഞ്ഞു. ദൈവത്തിന്റെ കരുണ എൻ്റെ കണ്ണ് തുറന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിലൂടെ പോകുമ്പോഴും ആ മാതാവിന്റെ വരുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയോ. കാരണം അവിടെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. മാതാവെന്ന് പറയുമ്പോൾ അവിടെയാണ് മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം മനുഷ്യത്വവും ദൈവത്വവും സമഞ്ജസമായി സമ്മേളിക്കപ്പെട്ടിരിക്കുകയാണ്. അറ്റ് ഹാപ്പൻഡ് ഇൻ മേരി. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ കൂദാശയിലും നമ്മുടെ ക്രമങ്ങളിലും നമ്മുടെ കുർബാനയിലും ഒക്കെ നമ്മൾ മാതാവിനെ പറ്റി പറയുമ്പോൾ മാതാവല്ല മഹത്വീകരിക്കപ്പെടുന്നത്, ഞാനും നീയുമാണ്. നമ്മൾ എലിവേറ്റ് ചെയ്യപ്പെടുകയാണ്. സ്വർഗോന്നതങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയെന്ന് പൗലോസ് എഴുതിയിട്ടില്ല എഫേസ്യ ലേഖനത്തിൽ. അതെങ്ങനെയാ? ഇറ്റ് ഹാപ്പൻഡ് ഇൻ മേരി. അത് മറിയത്തിലാണ് സംഭവിച്ചത്, വേറെങ്ങുമല്ല സംഭവിച്ചത്. അവിടെയാണ് സുറിയാനി സഭയുടെ ഉപദേശത്തിന്റെ പ്രസക്തി, ക്രിസ്റ്റോളജിയുടെ പ്രസക്തി. ഈ ക്രിസ്റ്റോളജിക്ക് വേണ്ടി ജീവനും ജീവിതവും ത്യാഗം ചെയ്തവരാണ് പരിശുദ്ധ പാത്രീർക്കീസ് മോർ സേവോറിയോസും യാക്കോബ് ബുർദാനയും. ഇവനാണ് ഈ സത്യവിശ്വാസത്തെ ഉറപ്പിച്ചത്. തത്തുല്യമായ ത്യാഗം ചെയ്തവരാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ തിയോഡോഷ്യസും അതുപോലെയുള്ള പിതാക്കന്മാരും. അപ്പൊ ഈ വിശ്വാസത്തിന് വേണ്ടിയാണ് ഈ സഭകൾ ഉപദ്രവിക്കപ്പെട്ടത്. അല്ലെ, സത്യസന്ധമായി സഭയുടെ ചരിത്രം പറ. ഈ ഉപദ്രവത്തിന് മുഴുവൻ കൂട്ടുനിന്ന ആരാണ്? ഈ ഉപദ്രവത്തിന് മുഴുവൻ, ഈ ഉപദ്രവം മുഴുവൻ ആരാ? മുസ്ലിങ്ങളൊന്നും അല്ല. അന്ന് ഇസ്ലാം മതം ഉണ്ടായിട്ടില്ലെന്ന്. ഇസ്ലാമിന്റെ പീഡനം ഏറെയുണ്ട്, അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മുസ്ലിങ്ങളല്ല ചെയ്തത്. ഇത് ഈ കൽക്കൂനിയൻകാരാണ് ഈ പീഡനം മുഴുവൻ അഴിച്ചുവിട്ടത്. എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഓർത്തഡോക്സും കത്തോലിക്കരും ചെയ്ത കാര്യമാണ് സത്യവിശ്വാസത്തിന് വേണ്ടി നിലനിന്ന്. ഇന്നിപ്പം നല്ല വർത്തമാനമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതാണ് സത്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സത്യവിശ്വാസത്തിന്റെ തിരി അണഞ്ഞു പോകാതെ ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് മഹാഭാവിയായ എനിക്കും ഈ സത്യസുവിശേഷം കേൾക്കാനും ഗ്രഹിക്കാനും മനസ്സിലായി. ഞാൻ സത്യസുവിശേഷം കേട്ടപ്പോൾ ആ സത്യസുവിശേഷത്തെ പിടിക്കുന്ന കുറച്ചു പേരെങ്കിലും ഈ ഭൂമിയിൽ ഇന്ന് അവശേഷിച്ചിരിക്കുന്നത്, കുറെ പേരെങ്കിലും അവശേഷിച്ചിരിക്കുന്നത് ഈ പിതാക്കന്മാരുടെ പുണ്യവും അവരുടെ ത്യാഗവും അവരുടെ അധ്വാനവും കൊണ്ടാണ്. അതുകൊണ്ട് വ്യാജമശിഹയും വ്യാജമാതാവും ഒക്കെ കാണും. പക്ഷേ സത്യസുറിയാനി സഭയുടെ വിശ്വാസം ഇതാണ് സത്യവിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ സത്യവിശ്വാസം ഇതാണ് എന്ന് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ഞാൻ പറയുക. അപ്പൊ ഈ പിതാവിന്റെ, ഈ യാക്കോബ് ബുർദാനയുടെ, ഇതിനകത്ത് നമ്മൾ മലയാളികളായിട്ടുള്ളവർ ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം മലങ്കരയിലുള്ളവർക്ക് മുഴുവൻ സുറിയാനി പാരമ്പര്യമുള്ളത്, ആരും കോപിക്കേണ്ട ആവശ്യമില്ല. സുറിയാനി പാരമ്പര്യത്തിൽ ഇതാണ് സത്യവിശ്വാസം. പിന്നെ പല കാര്യങ്ങളിൽ വഴി മാറിപ്പോയതും ഒക്കെയാണ്. ഇപ്പൊ നമ്മുടെ ഈ പരിശുദ്ധനായ യാക്കോബ് ബുർദാനയുടെ ഈ ദുഃഖറോന പെരുന്നാളിൽ നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കാം. നമ്മുടെ സഭയുടെ ഗീതമുണ്ട്. ഈ
അതെ. നാഥ സവിധേയുൾ ദൈവീക കാന്തിയേഴും സുഖവാസാരേ ഇന്നാൾ സ്മൃതരാമിയ ജാരന്മാരെ ആമോദാൽ പാർപ്പിക്കുക പാവനനാഥ കടപ്പരിഹാരം നാഥ നീ കുറവുകൾ പോക്കുക മശിഹ സൂനോ നാഥ വിമല മാവാ ദേവാ പാപം പോക്കി മുഖകാന്തിയതേക ഒരു കാര്യം ഞാൻ പറയാം. പരിശുദ്ധ തൃത്വം പ്രാർത്ഥനകളിലും കുദാശകളിലും അനുഷ്ഠാനങ്ങളിലും മുഴുവൻ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മ നിറഞ്ഞു നിൽക്കുന്ന ഒറ്റ സഭയുള്ളൂ, അത് പരിശുദ്ധ സുറിയാനി സഭയാണ്. ഞാൻ അതിന് എന്ത് തരത്തിലുള്ള സംവാദത്തിനോ അഭിമുഖത്തിനോ തയ്യാറാണ്. നിങ്ങൾക്ക് വേണേൽ കൊണ്ടുവരാം. തിയോളജിക്കലി നിങ്ങൾ യു ക്യാൻ ബ്രിങ് യുവർ എവിഡൻസ്. എന്നോട് ആരും പരിഭവിക്കണ്ട. ഇതുപോലെ ത്രിയേകത്വ വിശ്വാസം, ഇഴപിരിഞ്ഞു പോകുന്ന പ്രാർത്ഥനകൾ. ഇപ്പം നമ്മൾ ഇതിനെ കേട്ടതിനകത്ത് ട്രിനിറ്റിയിലാണ്. ആ പരേതരായ ആചാര്യനെ ഓർക്കുന്ന പോലും അവസാനം പാടി നിങ്ങൾ കേട്ടില്ല, നാദാ വിമലാത്മാവെന്ന് പറഞ്ഞ പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ. ആ പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന നിമിഷം സത്യമായിട്ടും ട്രിനിറ്റേറിയൻ ബിലീഫ്, തൃത്വത്തെ ശരിയായിട്ട് ഗ്രഹിച്ചാൽ അതിനകത്ത് മേരിക്ക് സ്ഥാനമുണ്ട്. മേരി സംശയം കൂടാതെ ദൈവമാതാവാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾക്കകത്ത് ഇത് നമ്മൾ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് എൻ്റെ ചിന്താഗതികൾ മാറി. ഇന്ന് എനിക്ക് മേരിയുടെ ആ വാക്ക് കേൾക്കുന്നതാണ് എനിക്ക് കോരിത്തരിപ്പുണ്ടാക്കുകയാണ്. അപ്പോൾ ഇപ്പൊ പെന്തക്കോസ്ത് സഹോദരന്മാർ പറയും പുള്ളിയെ ഭൂതം പിടിച്ചു, പുള്ളി നശിച്ചു പോയി. ഭൂതം പിടിച്ചല്ലടാ മക്കളെ, നിങ്ങൾക്ക് അലകും പിടിയില്ല, അടിസ്ഥാനമില്ല. ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, സുറിയാനി സഭയിൽ നിന്ന് ഹെററ്റിക് ഗ്രൂപ്പുകളിൽ പോയിട്ടുള്ളവർ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ഇതാണ് സത്യവിശ്വാസം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ലഭിച്ച വിശ്വാസം. ഇതിലാണ് രക്ഷയുള്ളത്. ഇവിടെയാണ് ഡെഫിനിഷൻസ് ഉണ്ട്. എല്ലാത്തിനും ഡെഫിനിഷൻസ് ഉണ്ട്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ ആൻസേർഡ് ഹിയർ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുള്ള ദൈവശാസ്ത്രം സുറിയാനി സഭയുടേതാ. പിന്നെ പണവും പ്രതാപവും അധികാരവും പത്രോസും ഒക്കെ കണ്ട് പലരും ഇന്ന് സുറിയാനി സഭയുടെ ഉപദേശത്തെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്, തള്ളിപ്പറയുന്നുണ്ട്, കാലിലിട്ട് ചവിട്ടുന്നുണ്ട്, സൈഡിലേക്ക് ഒതുക്കി വെക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇത് ആരും അറിയണ്ട, നമുക്ക് പറഞ്ഞു തീർക്കാം, നമുക്ക് ഒതുക്കി തീർക്കാം എന്ന് പറഞ്ഞ് പുതിയ ബാന്ധവങ്ങൾക്കും പുതിയ ഐക്യത്തിനും പുതിയ അടിമത്വത്തിനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, സത്യത്തെ എത്ര കുഴിച്ചിട്ടാലും, എത്ര ആഴത്തിൽ കൊറോണ രോഗിയെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടാലും സത്യം പൊങ്ങി വരും. ഇതാണ് സത്യവിശ്വാസം. ഈ പിതാക്കന്മാർ മുഴുവൻ ജീവൻ കൊടുത്ത ഈ സത്യവിശ്വാസം, ഇതാണ് പരിശുദ്ധ അമ്മ മഹത്വീകരിക്കപ്പെടുന്ന വിശ്വാസം. ഇവിടെയാണ് പരിശുദ്ധ തൃത്വം ആഘോഷിക്കപ്പെടുന്ന വിശ്വാസം. ഇതിനോട് കിടപിടിക്കുവാൻ, ഇതിന്റെ അടുത്തങ്ങ് എത്തുവാൻ ഒരു വിശ്വാസം വേറൊരു സഭയ്ക്കും ഇല്ല. ഞാൻ ഒരു സഭയും ബ്ലെയിം ചെയ്യുന്നില്ല. ഐ ലവ് ഓൾ ചർച്ചസ്, ഓൾ ഡിനോമിനേഷൻസ്, ഓൾ ഗ്രൂപ്പ്സ്, ഓൾ ഹ്യൂമൻസ്. സകല മനുഷ്യരെ സ്നേഹിക്കുന്നു. പക്ഷേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വിശ്വാസത്തെ, ആ സത്യവിശ്വാസ ധാരയെ നമുക്ക് വേണ്ടി മായമില്ലാത്ത പാലായി പകർന്നു തന്നത് ഈ സുറിയാനി സഭയാണ്. ആ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ പകർന്നു തരുന്നതിൽ ഗണനീയമായ പങ്ക്, നിർണായകമായ പങ്ക് ഒരു സന്നിഗ്ധാവസ്ഥയിൽ വഹിച്ച പരിശുദ്ധ പിതാവാണ് യാക്കൂബ് ഉർദാന്.
യാക്കോബ് വൃദ്ധാനയുടെ ഈ ദുഃഖ്രോന ദിവസത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ ഇത്രയെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ ചില സത്യങ്ങൾ അപ്രിയമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാര്, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഭീകരത, അവരെന്ത് ചെയ്താലും ഇനി ഇട്ടിരിക്കുന്ന ഉപായത്തിന് അവർ തീ കൊടുത്താലും മിണ്ടാതിരിക്കുന്ന വിധത്തിൽ അപകടകരമായ മൗനത്തിലേക്ക് ആഴ്ന്നു പോയിരിക്കുകയാണ്. നമുക്കൊക്കെ ഭയങ്കര ഭയമാണ്. മറ്റുള്ളവരെ പ്രീതിപ്പിക്കണം, മറ്റുള്ളവരെ പ്രീണിപ്പിക്കണം, അങ്ങനെയുള്ളൊരു ചിന്തയാണ്. അങ്ങനെയുള്ള പ്രീണനങ്ങളുടെ ഒന്നും ഒരു കാര്യവുമില്ല. ഒരു ജീവിതമേ ഉള്ളൂ. ആ സമയത്ത് സത്യം പറയുക. എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മുടെ ലൈവിൽ വരുന്ന ഒരാൾ, ഇപ്പൊ ബിജോയ് ജൻ അലക്സാണ്ടർ, അദ്ദേഹം എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്, സ്ഥിരമായിട്ട് ലൈവിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഒരു ലൈവ് പ്രേക്ഷകർ നഷ്ടപ്പെടും എന്നാ ബിജോയ് എന്നാ പിന്നെ ആട്ടെ നിങ്ങളുടെ സത്യം പറയുക. ദിസ് ഈസ് ട്രൂത്ത്. ഇതാണ് സത്യം. ഈ സത്യത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കപ്പെട്ടത്. ബിജോയ്, ഞങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കപ്പെട്ട ഈ വിശ്വാസത്തിന് വേണ്ടി. സോറി ടു സേ, പീഡിപ്പിച്ചത് നിങ്ങളുടെ പിതാക്കന്മാരാണ്. പീഡിപ്പിച്ച് ഈ വിശ്വാസം. അല്ലെങ്കിൽ പിന്നെ എന്നാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയോ, അതാ കാളെ അടിച്ചുകൊണ്ട് പോയോ? കാര്യം പറയുന്നതിനെ പീഡിപ്പിച്ചെന്ന്. നിങ്ങളുടെ കന്നുകാലിക്കുട്ടിയിൽ നിന്ന് പശുവിനെ കട്ടുകൊണ്ട് പോയോ? എന്താ ചെയ്തത്? സുറിയാനി സഭയുടെ പിതാക്കന്മാർ പീഡിപ്പിക്കപ്പെട്ടത് മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് പ്രസംഗിച്ചതിനാണ്, മിയാഫൈസിറ്റിസം പ്രസംഗിച്ചതിനാണ്, മറ്റൊന്നിനുമല്ല. ഇതാണ് സത്യവിശ്വാസം. ഈ സത്യവിശ്വാസത്തെ ഉറപ്പിച്ച ഈ യാക്കോബ് വൃദ്ധാന എന്ന ഈ പിതാവിന്റെ ഈ ഓർമ്മ പെരുന്നാളിൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ആ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയത്തിന്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും എല്ലാ സഹോദരന്മാരുടെയും പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗ്ലോറിയസ് ഗോസ്പലിന്റെ എല്ലാ പ്രവർത്തകർക്കും, പോരാളികൾക്കും, പ്രചാരകർക്കും ഒക്കെ ഞാൻ ആശംസകളെ അർപ്പിക്കുന്നു. ഈ ദിവസം ദൈവമാതാവിന്റെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഈ വ്യാഴാഴ്ച നമ്മൾ ഈ നാളെ മുതൽ നോയമ്പ് ആരംഭിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ. അത് അനേകര് അലക്ഷ്യമായിട്ട് കാണുന്ന ഒരു നോയമ്പാണ്. 15 നോയമ്പ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനുവദിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ നോയമ്പ് എടുക്കാം. നാളെ മുതലാണ് നോയമ്പ്. അത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വ്യാഴാഴ്ച നമ്മൾ ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു പുകഴ്ചയ്ക്കായിട്ട് നമ്മളൊരു ലൈവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവേഴ്സ് എല്ലാവരും ലൈവിൽ കാണും. വ്യാഴാഴ്ചയാണ്. ഈ വ്യാഴാഴ്ച വൈകുന്നേരം 7:30 മണിക്ക് നിങ്ങൾ ആ ലൈവിൽ ജോയിൻ ചെയ്യുക. ദൈവമാതാവിനെ പുകഴ്ത്തുന്ന ഒരു ലൈവാണ്. യെസ്, ദൈവമാതാവിനെ പുകഴ്ത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ആ തിരുവെഴുത്തിന് ഞങ്ങളാലാകുന്നത് ഞങ്ങളും വാഴ്ത്തുകയാണ്. കാരണം ഇത്ര നാള് ഭള്ളു പറഞ്ഞവരും പരിഹസിച്ചവരും ഒക്കെ ആയ മുൻ പെന്തക്കോസുകാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒന്ന് മാതാവിനെ പുകഴ്ത്തുവാനുള്ള ഒരു അവസരമായിട്ടാണ് ആ ലൈവ്. ആ ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാണ് സത്യവിശ്വാസം. എനിക്ക് ഇനിയും ഇതേക്കുറിച്ച് ധാരാളമായി പറയാനുണ്ട്. നമ്മൾ വീണ്ടും ഈ സത്യവിശ്വാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്റ്റോളജിയുടെ ഡീറ്റെയിൽസ്, പല ആളുകളും മിയാഫൈസിറ്റിസം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനത് മനഃപൂർവ്വം ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഞാനും പറയാനിരുന്നെന്ന് പലരും പറഞ്ഞാലോ. അതുകൊണ്ട് ആരെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നാളോട് നോക്കും. മിയാഫൈസിറ്റിസം ആരും വിശദീകരിച്ചില്ലെങ്കിൽ നമ്മളത് എങ്ങനെയാണെന്ന് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരിക്കൽ കൂടെ ഈ പരിശുദ്ധ പിതാവിനെ നമുക്ക് അനുസ്മരിക്കാം. ആ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മകൾ, നീതിമാന്റെ ഓർമ്മ വാഴ്വിനാണ്. ആ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മ അനുഗ്രഹത്തിനായിരിക്കട്ടെ. ഈ സമയത്ത് എല്ലാവർക്കും പ്രാർത്ഥനാ നിരതരാവുകയും ഈ പരിശുദ്ധ പിതാവിനെ നമുക്ക് അനുസ്മരിക്കുകയും ചെയ്യാം. ഈ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വർഷിക്കപ്പെടട്ടെ. ഈ പിതാവിന്റെ പ്രാർത്ഥനകൾക്കായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. May God bless you. Bakudus kudishin hauga oyom mo ay kyodu shorios kinte davaro Tamona talo ho ashro lakohanamma ho nandu hosho ho hadonahu atamoha soha Bromshi hoş bu kubuzo
Atro Kudisho Abba